കഥ തുടരുന്നു. ആംബുലൻസ് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എവിടേക്കാണ് പോവേണ്ടതെന്ന് താൻ പറഞ്ഞില്ലല്ലോ എന്ന് ജ്യോതിക ഓർത്തത്. പോലീസ് പറഞ്ഞിട്ടുണ്ടാവുമോ? അടുത്ത നിമിഷം ജ്യോതിക ഒന്ന് ഞെട്ടി. രാവിലെ മൊബൈൽ ഫോണിലെ അലാറം കേട്ടല്ലേ താൻ ഉണർന്നത്? ആ ഫോണാണ് അച്ഛൻ്റെ ശരീരം കണ്ടെത്തിയെടുത്ത് ചിതറിക്കിടന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ജ്യോതികയ്ക്ക് പിടികിട്ടിയില്ല. അവളുടെ പകച്ച മിഴികളൊന്ന് ഇടം വലം വെട്ടി. ഡ്രൈവറുടെ ക്യാബിൻ വേർതിരിക്കുന്നിടത്ത് ഒരു ചെറിയ പോക്കറ്റ് വിൻഡോ കണ്ടു. അവൾ കൈയെത്തിച്ച് അത് തുറന്നു. ചേട്ടാ. സ്റ്റീറിംഗ് തിരിക്കുന്നതിനിടയിൽ ഡ്രൈവർ തല അല്പം തിരിച്ചു. ഞങ്ങളുടെ വീട് കുട്ടനാട്ടിലാ. അവിടെ. ജ്യോതിക ബാക്കി പറയും മുമ്പ് ഡ്രൈവർ കൈനീട്ടി പോക്കറ്റ് വിൻഡോ വലിച്ചടച്ചു കളഞ്ഞു. ഡ്രൈവറോട് പോലീസ് കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് ജ്യോതികയ്ക്ക് തോന്നി. തന്നോട് മേൽവിലാസവും കാര്യങ്ങളുമൊക്കെ ചോദിച്ച് എഴുതിയെടുത്തതല്ലേ. ജ്യോതിക മിഴികൾ താഴ്ത്തി കുമാരൻകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ഉറങ്ങും പോലെ ശാന്തരായി മിഴികൾ അടച്ച്. അച്ഛാ, അവൾ വിതുമ്പി. അച്ഛൻ പതിവായി പറയാറുള്ള ഒരു വാചകം കരച്ചിലിനൊപ്പം അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നു. എല്ലാ കടവും വീട്ടിയിട്ട് മനസ്സമാധാനത്തോടെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. ഇതായിരുന്നു അച്ഛാ അത്? ജ്യോതിക വിതുമ്പിക്കൊണ്ട് ചോദിച്ചു പോയി. കുമാരൻകുട്ടിയുടെ വിരലുകളിൽ അവൾ ഒന്ന് പിടിച്ചു. ഇന്നലെ രാത്രി തനിക്ക് ചോറ് വാരി തന്ന വിരലുകൾ, തണുത്തു മരവിച്ച് പച്ചമരക്കമ്പുകൾ പോലെ. അച്ഛാ, അവൾ കരഞ്ഞുകൊണ്ട് കുമാരൻകുട്ടിയുടെ നെഞ്ചിലേക്ക് കാതു ചേർത്തു. ചൂടില്ലാത്ത മിടുപ്പുകളില്ലാത്ത നെഞ്ച് കണ്ണുനീര് വീണു നനഞ്ഞുകൊണ്ടിരുന്നു. തിരുമംഗലം മധുര റൂട്ടിലൂടെ ആംബുലൻസ് ഓടിക്കൊണ്ടിരുന്നു. 15 മിനിറ്റ് നേരത്തെ ഓട്ടം കൂടി. പെരമ്പല്ലൂർ എന്ന ബോർഡ് കണ്ടു. സർക്കാർ വക പൊതുശ്മശാനത്തിൻ്റെ കൂറ്റൻ ബോർഡ്. വലിയ കമാനം പോലെ നിൽക്കുന്ന ബോർഡിന് അടിയിലൂടെ വാൻ അകത്തേക്ക് കയറി. 20 ഏക്കറോളം വരുന്ന വിശാലമായ ഭൂപ്രദേശമായിരുന്നു ശ്മശാനം. നിറയെ കുറ്റിക്കാടുകളും മുൾപടർപ്പും ചെടികളും കാണാം. തകരം കൊണ്ട് 4 വശവും മറച്ച ഒരു ഷെഡ് മാത്രം. കുറച്ചു മാറി വിറകുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ആംബുലൻസ് കണ്ടതും ഷെഡിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. നന്നേ പൊക്കം കുറഞ്ഞ അയാളുടെ കഴുത്തിൽ കറുത്ത ചരടിൽ കോർത്ത 4 ഏലസുകൾ കിടപ്പുണ്ടായിരുന്നു. അയാൾക്കടുത്തായി ആംബുലൻസ് നിന്നു. കഴുത്തിലെ ഏലസുകൾ ഒന്നുകൂടി നേരെ പിടിച്ചിട്ട് അയാൾ ചിരിച്ചു കൊണ്ട് ആംബുലൻസിന് സമീപത്തേക്ക് വന്നു. നീ ഇളിക്കേണ്ടടാ യോഹനാനെ. ഡ്രൈവർ രാജേന്ദ്രൻ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. നിനക്ക് കാശ് കിട്ടുന്ന കോളൊന്നുമല്ല. അതെന്നതാ, അകത്ത് ആളില്ലേ? ശ്മശാനം സൂക്ഷിപ്പുകാരൻ്റെ മുഖം മാറി. ആളുമുണ്ട്, വേണ്ടപ്പെട്ട ആളുമുണ്ട്. പക്ഷേ ഡ്രൈവർ രാജേന്ദ്രൻ തിരിഞ്ഞ് ആംബുലൻസിന് നേരെ ഒന്ന് നോക്കി. നീങ്ങ് വന്നേടാ യോനച്ചാ. അയാൾ ശ്മശാനം സൂക്ഷിപ്പുകാരനെ വിളിച്ചു മാറ്റി നിർത്തി. ഇതേ കോവിൽ രാജ മുതലാളിയുടെ കേസാ. കുഴിച്ചിടണമെങ്കിലും കത്തിക്കണമെങ്കിലും മുതലാളി പറയും. രാജേന്ദ്രൻ ഒന്ന് നിർത്തി. ഈ ശവവും ഒപ്പമുള്ള പെണ്ണിനെയും ഇവിടെ കൊണ്ടുവിടാനാണ് എന്നോട് പറഞ്ഞത്. ശവം കുഴിച്ചിടാനോ ഇവിടെ നിന്ന് കൊണ്ടുപോവാനോ ആരെങ്കിലും ശ്രമിച്ചാൽ തീർത്തു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ വായ പിളർന്ന പടി തന്നെയായിരുന്നു. ഹാ, അതെന്ന ഇടപാടാ? ആ, അതാ മുതലാളിമാരുടെ ഇടപാട്. അറിയാമല്ലോ നിനക്ക് കോവിൽ രാജ മുതലാളിയെ. പിന്നെ അറിയാതെ. യോഹന്നാൻ്റെ കണ്ണുകൾ ഭീതി കൊണ്ട് മേഞ്ഞിരുന്നു. മുതലാളിയുടെ ആളുകൾ എത്രയെണ്ണത്തിന് ഇവിടെ കൊണ്ടുവന്ന് പാകിയേക്കുന്നു. കുഴിച്ചിടുക എന്നൊരു വാക്ക് യോഹന്നാൻ്റെ വായിൽ വരില്ല. വിത്ത് പാകും പോലെ ഓരോ മനുഷ്യനെയും മണ്ണിൽ പാകുകയാണ് എന്നാണ് യോഹന്നാൻ്റെ കണ്ടെത്തൽ. അവർ പിന്നീട് വേറൊരാളായി ജനിച്ചു വരുമത്രേ. നീ വന്നേ. യോഹന്നാനെ വിളിച്ചുകൊണ്ട് രാജേന്ദ്രൻ ആംബുലൻസിൻ്റെ പിന്നിലേക്ക് വന്നു. പിന്നെ ഡോർ വലിച്ചു തുറന്നു. വണ്ടിക്ക് അകത്തേക്ക് പ്രകാശം ഇരച്ചു കയറിയതും ജ്യോതിക ഞെട്ടി കണ്ണുകൾ തുറന്നു. അച്ഛൻ്റെ തണുത്ത നെഞ്ചിൽ കവിൾ ചേർത്ത് വെച്ച് നേർത്തൊരു മയക്കത്തിലായിരുന്നു അവൾ. കൊച്ചേ, ഇങ്ങോട്ടിറങ്ങ്, രാജേന്ദ്രൻ പറഞ്ഞു. ജ്യോതികയ്ക്കൊന്നും മനസ്സിലായില്ല. അവൾ ഞെട്ടിപ്പകച്ച് രാജേന്ദ്രനെ നോക്കി. ഇതിൻ്റെ ചെവി കേൾക്കത്തില്ലയോ? കൊച്ചെ, ഇങ്ങോട്ട് ഇറങ്ങാൻ. അവളുടെ കയ്യിൽ പിടിച്ച് രാജേന്ദ്രൻ പുറത്തേക്കിറക്കി. പിന്നെ രാജേന്ദ്രനും യോഹന്നാനും ചേർന്ന് കുമാരൻകുട്ടിയുടെ മൃതദേഹം പുറത്തു വെച്ചു. എന്താ ഇവിടെ? എന്തിനാ എൻ്റെ അച്ഛനെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ജ്യോതിക രാജേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു. വീട്ടിലേക്കോ അച്ഛനെ കൊണ്ടുപോവേണ്ടത്? അമ്മയുണ്ട് അവിടെ, എൻ്റെ അനിയത്തിക്കുട്ടിയുണ്ട് അവിടെ. കരച്ചിലും ഭയവും കാരണം ജ്യോതികയുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇവിടെ വരെ കൊണ്ടുവരാനേ എന്നോട് പറഞ്ഞുള്ളൂ, രാജേന്ദ്രൻ പറഞ്ഞു. ആര്? ജ്യോതിക അയാളെ ഞെട്ടിപ്പകച്ചു നോക്കി. കോവിൽ രാജ മുതലാളി. ജ്യോതികയുടെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നലുണ്ടായി. എന്തിന്? അതൊന്നും എനിക്കറിയത്തില്ല. കൊച്ച് ആരാണെന്നും എന്താണെന്നും ഒന്നും അറിയത്തില്ല. കൊച്ചിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ സഹായിക്കാൻ പറ്റത്തില്ല. രാജേന്ദ്രൻ ഒന്ന് നിർത്തി. മനസ്സില്ലാഞ്ഞിട്ടോ മനുഷ്യപ്പറ്റില്ലാഞ്ഞിട്ടോ അല്ല, പേടി കൊണ്ടാ കൊച്ചേ. വേണമെങ്കിൽ ദൈവത്തെ ധിക്കരിക്കാം, പക്ഷേ കോവിൽ രാജ മുതലാളിയെ ധിക്കരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം മാപ്പ് തരും, മുതലാളി അത് തരത്തില്ല. രാജേന്ദ്രൻ ആംബുലൻസിൻ്റെ പിൻഡോർ ചേർത്തടച്ചു തിരിഞ്ഞു. കൊച്ചേ, കോവിൽ രാജ മുതലാളിയും നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നം എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം. മുതലാളിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേ. മുതലാളി മനസ്സ് വയ്ക്കാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. രാജേന്ദ്രൻ ചെന്ന് ആംബുലൻസിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. പിന്നെ തല പുറത്തേക്കിട്ട് യോഹന്നാനെ നോക്കി. യോഹന്നാച്ചാ, ഞാൻ പറഞ്ഞത് ഓർത്തോണേ. ആംബുലൻസ് നീങ്ങി. അടുത്ത നിമിഷം രാജേന്ദ്രൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. യാസിറായിരുന്നു. പെണ്ണിനെ വിട്ടോടവിടെ.
മറുവശത്തു നിന്ന് യാസിറിൻ്റെ ചോദ്യം കേട്ടു. ഒവ്വ്. ശരി, നീ ബംഗ്ലാവിലേക്ക് വാ. ഓ, രാജേന്ദ്രൻ ഫോൺ വെച്ചു. കൊട്ടാരത്തിനുള്ളിലെ സ്വിമ്മിംഗ് പൂളിലായിരുന്നു കോവിൽ രാജ. പാലിൽ കുഴച്ച് ദേഹത്ത് പൂശിയ മഞ്ഞൾ കഴുകിക്കളയുകയായിരുന്നു. അയ്യാ, യാസിർ ഫോണുമായി അടുത്തേക്ക് വന്നു. ആ ഡ്രൈവർ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. അയാളുടെ ശവവും ആ പെണ്ണിനെയും ശ്മശാനത്തിൽ എത്തിച്ചു. പൊണ്ണ, കോവിൽ രാജ ഒരു കുസൃതിച്ചിരിയോടെ യാസിറിനെ നോക്കി. കൊഞ്ചം റെസ്പെക്റ്റോടെ പേസുടാ. നാളെ എൻ പൊണ്ടാട്ടിയായി വരപ്പോവേ അവൾ. സോറി അയ്യാ. അബദ്ധം പിടഞ്ഞ ഭാവം യാസിറിൻ്റെ മുഖത്തുണ്ടായി. ഏയ്, എതുക്കടാ സാറി. കോവിൽ രാജ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കരയിലേക്ക് കയറി. ജോക്കടാ, ജോക്ക്. അംഗരക്ഷരിൽ ഒരാൾ നീട്ടിയ ടവൽ വാങ്ങി പുറം തുടച്ചുകൊണ്ട് കോവിൽ രാജ യാസിറിനെ നോക്കി. ഏയ് യാസിർ, അന്ത പൊണ്ണ് കല്യാണത്തേക്ക് സംബന്ധിക്കും എനിക്ക് തരും. അല്ല എന്നാ അവളോട് അപ്പ പൊണമെന്നറി അളുക്കി മണ്ണോടെ പോയിടും. സ്വിമ്മിംഗ് പൂളിൻ്റെ കരയിലായി കോവിൽ രാജയുടെ അംഗരക്ഷർ നിരന്നിൽ നിൽപ്പുണ്ടായിരുന്നു. നീ പോത്തീസ് പോയി നല്ല പട്ടുപുടവ വാങ്ങ്. എങ്ക അയ്യാവുക്ക് എന്ന് ചൊല്ലി വാങ്ങണം. വില 1 ലക്ഷമോ 2 ലക്ഷമോ എവ്വളോ ആനാലും പറവായില്ലേ. എന്നോട് ദേവതയ്ക്ക് 2 ലക്ഷത്തിക്ക് മുഹൂർത്ത പുടവ ഞാൻ കൊടുക്ക പോറേ. ഇല്ല വേണം, ഞാനും കൂടെ പറയാൻ. കോവിൽ രാജ ചിരിച്ചു. അപ്പുറം ചെന്നൈ ഗോഡ് സൂക്ക് പോയി ഒരു താലിയും മാലയും നഗയും വാങ്ങണം എൻ ചെല്ലത്തിക്ക്. അയാൾ വീണ്ടും ചിരിച്ചു. അവളുടെ അപ്പ പൊണത്തെ വെച്ച് താൻ ഞാൻ വിളയാട പോറേ. കോവിൽ രാജയുടെ തിരുവിളയാടൽ. കോവിൽ രാജയുടെ കണ്ണുകളൊന്ന് കുറുകി. സ്വന്തം കവിളിൽ അയാൾ പതിയൊന്ന് തടവി. ഒരു ജനത്തേക്ക് മുന്നാടി എൻ മൂഞ്ചിയിലെ തുപ്പിയ പൊണ്ണടേ. അയാൾ പല്ലിഞ്ഞൊരിച്ചുകൊണ്ട് തിരിഞ്ഞു. എനിക്ക് വേണണ്ടാ അവളെ. എൻ മുന്നാടി താലി വീഴറുകുതക്ക് കഴുത്ത് നീട്ടി അവൻ നിൽക്കണം. എന്തിനും തയ്യാറായി നിൽക്കുകയായിരുന്നു യാസിറും സംഘവും. 10 വയസ്സിലെ തെരുവിലെ ലൈഫ് സ്റ്റാർട്ട് പണിട വേണ്ട ഇന്ത രാജ. അന്നൊക്കെ പിച്ചക്കാരൻ രാജ. ഇന്നൊക്കെ വന്ന് പെരിയോർ രാജ. 15 വയസ്സിലെ ഫസ്റ്റ് റേപ്പ്, ഫസ്റ്റ് മർഡർ. അതുക്കപ്പുറം എവ്വളോ പൊണ്ണുങ്കെ രക്തം, കണ്ണീര്. കോവിൽ രാജ ഒന്ന് നനച്ചാൽ മുടിവെടുത്താൽ മുടിച്ചിടും. ഫസ്റ്റ് ഞാൻ അവളുടെ അമ്മാവെ ആസപ്പെട്ടൻ. അത് നടക്കേല. ഇപ്പോൾ അവ മവ. അയ്യാ, പെർമിഷൻ തന്നാൽ മതി, തൂക്കിയെടുത്ത് കൊണ്ടുവരാം ഇപ്പോൾ. യാസിർ ഒരു ചൂട് മുമ്പോട്ട് വന്നു. അതല്ലേ എന്നടാ ത്രിൽ. കോവിൽ രാജ ചുമൽ കൂച്ചി. അവളെ മാതിരി പൊണ്ണെ സമ്മതിക്ക വെക്കറതു താൻ ത്രിൽ. അവ കയ്യാലെ അവ പുടവയെ അഴിക്കണം. അയാൾ പതിയെ തിരിഞ്ഞു. പിന്നെ യാസിറിൻ്റെ സംഘത്തിലെ മലയാളിയെ കയ്യാട്ടി വിളിച്ചു. ഡേയ് ദേവരാജ, എങ്ക വേടാ. അയ്യാ, അയാൾ അടുത്തു വന്നു. നല്ല മലയാളത്തിലായിരുന്നു അനുചരനുള്ള നിർദ്ദേശം. നീ ഇപ്പോൾ തന്നെ പെരുമ്പല്ലൂർ ശ്മശാനത്തിൽ പോവണം. എന്നിട്ട് അവളോട് പറയണം കോവിൽ രാജ അയ്യാവെ അനുസരിക്കാൻ. പറയാം അയ്യാ. അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം. പറയാ അയ്യാ. എന്തു പറയും നീയെ? അത് ദേവരാജനൊന്ന് അറച്ചു. അവളുടെ അപ്പൻ അവിടെ കിടന്ന് ചെയ്യും എന്ന് പറയണം. പട്ടിയും പൂച്ചയും കടിച്ചു വലിച്ചു കൊണ്ടുപോകും എന്ന് പറയണം. പറയാം. എൻ്റെ ഭാര്യയാവാൻ അവൾ സമ്മതിച്ചാൽ നീ ആദ്യം അവളെ ഇവിടെ കൊണ്ടുവരണം. പിന്നെ അവളുടെ അപ്പൻ്റെ ശരീരം മോർച്ചറിയിൽ വയ്ക്കണം. ശരി അയ്യാ. അങ്ങനെ അവൾ വന്നാലെന്നല്ല വരും. നാളെ കല്യാണം. മുഹൂർത്തം രാവിലെ 11:30. രാത്രി ശാന്തി മുഹൂർത്തം. മറ്റന്നാൾ കാലയിലെ ഒരു ലോഡ് പൂക്കൾ നിറച്ച വണ്ടിയിൽ അവളുടെ അപ്പൻ്റെ ശവശരീരവുമായി ഞാനും എൻ്റെ ചെല്ലവും അവളുടെ നാട്ടിലേക്ക്. എന്താ യാസിർ, നടക്കത്തില്ലേ? നടക്കും. യാസിറിൻ്റെ സ്വരം ഉറച്ചു. നടത്തിയിരിക്കും. ശരി, നീ പോടാ. 2 പേരെയും കൂടെ വെച്ചോ. ഞാനും യാസിറും എൻ പൊണ്ണുക്ക് മന്ത്രക്കൊടി വാങ്ങിക്കരുത് പോറേ. ദേവരാജനും 2 ഗുണ്ടകളും തിരിഞ്ഞു നടന്നു. 1 മിനിറ്റ്, കോവിൽ രാജ പിന്നിൽ നിന്ന് വിളിച്ചു. ആരെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ കണ്ടം തുണ്ടമാ വെട്ടി ആറ്റ് തണ്ണിയിൽ പോട്ടിട്. ദേവരാജൻ തലകുലുക്കി. ദേവരാജനും സംഘവും പുറത്തു വന്നു. ചുവന്ന നിറത്തിലുള്ള ഒരു മഹീന്ദ്ര മാർഷൽ ജീപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അവർ അതിലേക്ക് കയറി. 15 മിനിറ്റ് കൊണ്ട് അവർ പെരമ്പല്ലൂർ ശ്മശാനത്തിലെത്തി. കത്തിയുരുകി വീഴുന്ന സൂര്യന് താഴെ കുമാരൻകുട്ടിയുടെ മൃതദേഹം കിടപ്പുണ്ടായിരുന്നു. അതിനരികിൽ ഉരുകുന്ന ഉപ്പു തൂണ് പോലെ ജ്യോതിക ഇരിപ്പുണ്ട്. കൺപീലികൾക്കിടയിൽ നിന്ന് നീർത്തുള്ളികൾ ഇറ്റിറങ്ങുന്നു. ഇടയ്ക്കിടെ ദുർബലമായ തേങ്ങലുകൾ. പിന്നെ ദൈവത്തോടുള്ള പതിഞ്ഞ പ്രാർത്ഥന. കുറച്ചു മാറി യോഹന്നാൻ നിൽപ്പുണ്ട്. ജീപ്പ് വന്നു. ചക്രങ്ങൾ മണലിൽ നിരങ്ങി നിന്നു. കുമാരൻകുട്ടിയുടെ മുഖത്തേക്ക് വീണ മണ്ണ് ജ്യോതിക ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട് തുടച്ചു. എന്നാടാ യോഹന്നാനെ? കൊച്ചിനെ കണ്ട് രസിക്കുകയാണോ? ഷർട്ടിൻ്റെ കൈ തെറുത്ത് കയറ്റിക്കൊണ്ട് ദേവരാജൻ ഇറങ്ങി. ഓ ചുമ്മാ. യോഹന്നാൻ ഭയത്തോടെ പിന്നോട്ട് മാറിക്കളഞ്ഞു. നീ കണ്ടോടാ, കാണുന്നതിന് ടാക്സ് കൊടുക്കണ്ടല്ലോ. ദേവരാജൻ പതിയെ ജ്യോതികയുടെ അടുത്തേക്ക് ഇരുന്നു. മോളെ സഹായിക്കാനാണ് ഞങ്ങൾ ചേട്ടന്മാർ വന്നത്. മോളുടെ അച്ഛൻ ഇങ്ങനെ കിടന്ന് വെയിൽ കൊള്ളുന്നത് കഷ്ടമല്ലേ? അതും ഒരു മലയാളി. ചേട്ടന് സഹിക്കുന്നില്ല ഇത് കണ്ടിട്ട്. ദൈവത്തെ ഓർത്ത് സഹായിക്കണം. അവൾ കൈകൂപ്പി. സഹായിക്കാനാ വന്നതെന്ന് ചേട്ടന്മാർ പറഞ്ഞല്ലോ. പക്ഷേ മോള് അനുസരിക്കണം. ചേട്ടന്മാരെയല്ല, കോവിൽ രാജ മുതലാളിയെ. മോള് മുഖത്ത് തുപ്പിയതൊക്കെ മുതലാളി മറന്നു.
ദേ മോൾക്ക് മന്ത്രക്കോടി വാങ്ങിക്കാൻ പോയേക്കുവാ. 2 ലക്ഷത്തിൻ്റെ മന്ത്രക്കോടിയാ. 2 ലക്ഷത്തിൻ്റെ. പിന്നെ 10-100 പവൻ ആഭരണം. മോള് വന്ന് താലിക്ക് തല നീട്ടി കൊടുക്ക്. എന്നിട്ട് ആദ്യ രാത്രിയും അടിച്ചു പൊളിച്ച് അപ്പൻ്റെ ശവവും കൊണ്ട് ജോളിയായിട്ടങ്ങ് പോ. നായേ, ജ്യോതിക കരഞ്ഞുകൊണ്ട് ചീറി. നീയൊക്കെ മനുഷ്യരാണോടാ? ഓ പുല്ല്. ദേവരാജൻ എണീറ്റു. പിന്നെ ജീപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കൈ നീട്ടി ഒരു ബിയർ എടുത്തു. നോക്കൗട്ട് ബിയറിൻ്റെ അടുപ്പ് കടിച്ചു തുറന്നിട്ട് ദേവരാജൻ വായിലേക്ക് ചരിച്ചു. പിന്നെ അതുമായി ജ്യോതികയുടെ അടുത്ത് വന്നു. മോൾക്ക് ബിയർ വേണോ? ദേവരാജൻ ചിരിച്ചു. വേണ്ട, മോൾക്ക് വേണ്ട. മോളുടെ അച്ഛന് കൊടുക്കാം. പാവം, വെള്ളം കിട്ടാതെ ചത്തതല്ലേ. ദേവരാജൻ ബിയർ കുപ്പി കുമാരൻകുട്ടിയുടെ മുഖത്തേക്ക് ചരിച്ചു. അച്ഛാ, ജ്യോതിക അലറിക്കരഞ്ഞുകൊണ്ട് ദേവരാജനെ തള്ളി മാറ്റാൻ നോക്കി. എടേ നോക്കടേ. ദേവരാജൻ ചിരിച്ചുകൊണ്ട് കൂട്ടാളികളെ നോക്കി. ശവം ബിയർ കുടിക്കുന്നു, കള്ള കഴിവേറി. ബിയർ മുഴുവൻ ദേവരാജൻ കുമാരൻകുട്ടിയുടെ മുഖത്തൊഴിച്ചു. അച്ഛാ, ജ്യോതിക അലറിക്കരഞ്ഞുകൊണ്ട് കുമാരൻകുട്ടിയെ കെട്ടിപ്പിടിച്ചു. എനിക്ക് പേടിയാ അച്ഛാ, എനിക്ക് പേടിയാ. മോളുടെ പേടി ചേട്ടൻ മാറ്റട്ടെ. ദേവരാജൻ ജ്യോതികയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. നമുക്കൊരു ചുംബന സമരം നടത്തിയാലോ? ദേവരാജൻ്റെ ചുണ്ടുകൾ ജ്യോതികയുടെ മുഖത്തിന് നേരെ താഴ്ന്നു വന്നു. അച്ഛാ, അവൾ ഒന്നുകൂടി കരഞ്ഞുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു. അടുത്ത നിമിഷം മിന്നൽ പോലെ ഒരു കൈപ്പത്തി ജ്യോതികയുടെയും ദേവരാജൻ്റെയും മുഖത്തിന് നടുവിലേക്ക് വന്നു. പിന്നെ ദേവരാജൻ്റെ മൂക്കും ചുണ്ടും പൊത്തി നിലത്തേക്ക് വലിച്ചു. എക്കിലെടുക്കുന്ന പോലെ ഒരു ശബ്ദമേ അവൾ കേട്ടുള്ളൂ. കണ്ണു തുറന്നപ്പോൾ കണ്ടത് ദേവരാജൻ്റെ പിൻകോളറിൽ പിടിച്ച് ഒരാൾ വലിച്ചു കൊണ്ട് പോകുന്നതാണ്. ജ്യോതികയുടെ നെഞ്ചിനുള്ളിലൊരു മിന്നലൊളി പാഞ്ഞുപോയി. പ്രഭു. കുറേ ദൂരെയായി പ്രഭുവിൻ്റെ ആംബുലൻസ് കിടക്കുന്നതും കണ്ടു. ദേവരാജനും കൂട്ടരും അറിഞ്ഞിരുന്നില്ല അങ്ങനെയൊരു വാഹനം ശ്മശാനത്തിൽ വന്നതും ഒരാൾ നടന്ന് അടുത്തെത്തിയതും. ഡേയ്, അലറിക്കൊണ്ട് ഗുണ്ടകൾ പ്രഭുവിൻ്റെ നേരെ പാഞ്ഞു വന്നു. ദേവരാജൻ്റെ കയ്യിലിരുന്ന ബിയർ കുപ്പി പ്രഭു വാങ്ങി. പാഞ്ഞു വന്നവൻ്റെ തലയ്ക്കായിരുന്നു അടി. പൊട്ടിയില്ലേ? കുപ്പി ഒന്നും തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പ്രഭു പല്ലിഞ്ഞരിക്കുന്ന ശബ്ദം കേട്ടു. ഒറ്റയടി കൂടി. ബിയർ കുപ്പി ഉടഞ്ഞ് ചിതറിപ്പോയി. ഗുണ്ട ഇരു കൈയും കൊണ്ട് തലപ്പൊത്തി താഴേക്ക് വീണു. ദേവരാജനെ ഒന്ന് വട്ടം കറക്കിയിട്ട് പ്രഭു ജീപ്പിന് നേരെ തള്ളി. ജീപ്പിൻ്റെ ബോണറ്റിലിടിച്ച് ദേവരാജൻ ബമ്പറിലേക്ക് ഇരുന്നു പോയി. അടുത്ത നിമിഷം ജ്യോതിക കുതിച്ചു വന്ന് പ്രഭുവിൻ്റെ കാൽക്കിലേക്ക് വീണു. എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛനെ കൊണ്ടുപോകാൻ കോവിൽരാജ മുതലാളി സമ്മതിക്കുന്നില്ല. എന്നെ അയാൾക്ക് കല്യാണം കഴിക്കണമെന്ന്. എനിക്ക് എൻ്റെ അച്ഛനെ കൊണ്ടുപോകണം. എൻ്റെ അമ്മയും അനിയത്തിയും കാത്തിരിക്കുക അവിടെ ചെന്നിട്ട് എങ്ങനെ പൈസ ഞാൻ തരാം. രക്ഷിക്കണേ. പ്രഭു പതിയെ കുനിഞ്ഞ് ജ്യോതികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മനുഷ്യൻ്റെ കാല് പിടിക്കരുത്. നീ പോയി എൻ്റെ വണ്ടിയിലിരുന്നോ. ഞാൻ ഇവിടുത്തെ ബില്ലൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ദേവരാജനെയും കൂട്ടരെയും നോക്കിയാണ് പ്രഭു അത് പറഞ്ഞത്. നേരത്തെ ഒരു പുഞ്ചിരിയോടെ ദേവരാജൻ പ്രഭുവിനെ നോക്കി. കാര്യമറിയാതെയാ നീ കയറി ഇടപെട്ടതെന്ന് എനിക്കറിയാം. ഞാനത് വിട്ടു. നിൻ്റെ വിവരക്കേട്. ഇപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. കോവിൽരാജ മുതലാളിയുടെ പെണ്ണ. അയ്യാവുക്ക് നാളെ കല്യാണം കഴിക്കേണ്ട പെണ്ണ്. വിട്ടിട്ട് പോയിക്കോ നീ, അല്ലെങ്കിൽ ആയുസ് തീരുന്നിൻ്റെ. പ്രഭു ഒന്ന് ചിരിച്ചു. എൻ്റെ തലയിൽ ആയുസ് കുറിച്ചിട്ടൊക്കെ ദൈവത്തിൻ്റെ വിരലുകൊണ്ടാ, അല്ലാതെ കോവിൽരാജ കൊണപ്പൻ്റെ നാരായം കൊണ്ടല്ല. അയ്യാവെ ചീത്ത പറയുന്നോടാ. ദേവരാജൻ കൈവീശിക്കൊണ്ട് ചീറി വന്നു. മിന്നൽ വേഗത്തിൽ പ്രഭു ആ കൈ പിടിച്ചെടുത്തു. പിന്നെ ദേവരാജൻ്റെ പിൻകോളറിൽ പിടിച്ച് ഒന്ന് വട്ടം കറക്കിയിട്ട് ഭയന്ന് നിൽക്കുകയായിരുന്ന യോഹന്നാനെ നോക്കി. യോഹന്നാനെ, എവിടാടോ ഇവിടെ പോസ്റ്റ്? പോസ്റ്റോ? ദേവരാജൻ ഇറങ്ങി. ആ പോസ്റ്റ്, നിന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ. ദേവരാജനെ വലിച്ചുകൊണ്ട് പ്രഭു ധൃതിയിൽ ശ്മശാനത്തിൻ്റെ നടക്കു നിന്നിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് നേരെ നടന്നു. പിന്നെ ദേവരാജൻ്റെ തലയുടെ പിന്നിൽ കുത്തിപ്പിടിച്ച് മുഖം പോസ്റ്റിൽ ആഞ്ഞൊരുടിച്ചു. ഗുണ്ടകൾ കിടുങ്ങിപ്പോയി. ദേവരാജൻ്റെ മൂക്കിൻ്റെ പാലവും താടിയിലും പൊട്ടുന്ന ശബ്ദം അവർ കേട്ടു. നിലവിളിക്കാൻ പിളർന്ന വായിൽ നിന്ന് കൊഴുത്ത ചോരയുടെ കൂടെ മോണയിൽ നിന്ന് ഊരി വന്ന 2 പല്ലുകളും മണലിൽ വീണു. ഇതാ പ്രഭുവിൻ്റെ സ്റ്റൈൽ. പ്രഭു തിരിഞ്ഞു ഗുണ്ടകളെ നോക്കി. മഹാപിറപ്പ് കാണിക്കുന്നവരെ പിടിച്ച് പോസ്റ്റിൽ അപ്പോയിൻറ്റ് ചെയ്യും. വാടാ വാ. പ്രഭു ഗുണ്ടകളെ തലയാട്ടി വിളിച്ചു. 2 വേക്കൻസി കൂടിയുണ്ട്. ഗുണ്ടകൾ അറച്ചു നിന്നതേയുള്ളൂ. ഇരു കൈകൊണ്ട് മുഖം പൊത്തി തറയിൽ കിടക്കുകയായിരുന്നു ദേവരാജൻ. പോത്തീസിൽ ജ്യോതികയ്ക്ക് വേണ്ടി 2 ലക്ഷം രൂപയുടെ ശതമുഖപ്പെട്ട് വാങ്ങി ബിൽ കൊടുക്കുകയായിരുന്നു കോവിൽരാജ. യാസിറിൻ്റെ ഫോണിലേക്കാണ് ആദ്യ വിവരം വന്നത്. ജ്യോതികയെയും കുമാരൻകുട്ടിയുടെ മൃതശരീരവും കൊണ്ട് പ്രഭു എന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ പോയി. അയ്യാ, യാസിർ ഭയന്നാണ് കോവിൽരാജയോട് കാര്യങ്ങൾ പറഞ്ഞത്. കോവിൽരാജയുടെ ഇമകൾ പോലും വിട്ടിയില്ല. മുഖത്ത് പഴയ ചിരി തന്നെയായിരുന്നു. നാളെ രാവിലെ 11:30-നാണ് താലി കെട്ടാനുള്ള മുഹൂർത്തം. അത്രയും മാത്രം കോവിൽരാജ പറഞ്ഞു. പിന്നെ ബിൽ ഒന്നുകൂടി നോക്കി. യാസിർ ഫോണുമായി ധൃതി പിടിച്ച് പുറത്തേക്ക് വന്നു. യാസിർ. ഗുണ്ടകൾക്ക് ഫോണിലൂടെ നിർദ്ദേശം നൽകുകയായിരുന്ന യാസിർ കോവിൽരാജയുടെ വിളി കേട്ട് തിരിഞ്ഞു. മന്ത്രക്കൊടി കവറുമായി പോർഷെ കാറിന് നേരെ വരികയായിരുന്നു കോവിൽരാജ. അവനോട് പേര് എന്നാ യാസിർ? പ്രഭു. യാസിറിൻ്റെ ചുണ്ടുകൾ വിറച്ചു. പ്രഭുരാമൻ ശ്രീരാമൻ. ഓ രാമൻ. കോവിൽരാജ ചിരിച്ചു. ഹീറോ വந்தாച്ച്. അവൻ രാമൻ, ഞാൻ രാവണൻ. രാവണൻ കോട്ടയിലെന്ത് രാമൻ സീതയെ കടത്തിക്കൊണ്ടു പോയിട്ടാൻ. അപ്പോൾ ഇനി എന്നാ? കോവിൽരാജ വീണ്ടും ചിരിച്ചു. പിന്നെ പതിയെ പൂരിപ്പിച്ചു. രാമരാവണ യുദ്ധം.
സിറ്റി ട്രാഫിക് പോലീസ് കൺട്രോൾ സ്റ്റേഷൻ, മധുര. ഇടിമിന്നൽ പോലെ കോവിൽ രാജയുടെ നീല പോർഷെ കാർ ക്യാമ്പ് ഓഫീസിന് മുന്നിലേക്ക് വന്നു നിന്നു. പിന്നാലെ വന്ന 2 തൂവെള്ള ഹോണ്ട മൊബീലിയോ കാറുകൾ പോർഷയുടെ ഇരുവശത്തുമായി അംഗരക്ഷരെ പോലെ നിന്നു. പോർഷയുടെ ഡോർ വലിച്ചു തുറന്ന് കോവിൽ രാജ് ഇറങ്ങി. ഹോണ്ട മൊബീലിയോയുടെ ഡോറുകൾ തുരുതുരാ തുറന്നടഞ്ഞു. യാസിറും കൂട്ടരും വാഹനങ്ങളിൽ നിന്നിറങ്ങി കോവിൽ രാജിന്റെ പിന്നാലെ ക്യാമ്പ് ഓഫീസിന്റെ വരാന്തിലേക്ക് കയറി. കോവിൽ രാജിയുടെ പിന്നാലെ ഒരു മനുഷ്യമതിൽ നടന്നു വരുന്നത് പോലെയായിരുന്നു അനുചരർ. എതിരെ ധൃതിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ മീന ഭാസ്കർ വരുന്നുണ്ടായിരുന്നു. "വണക്കം അയ്യ, എന്നാച്ചു മീന, വിവരം കിടച്ചതാ?" "യെസ്." മീന ഭാസ്കറിന്റെ കണ്ണുകളൊന്ന് മിന്നി. "പ്രഭു എന്ന ആംബുലൻസ് ഡ്രൈവറുടെ എല്ലാ വിവരങ്ങളും എടുത്തിട്ടുണ്ട്. എല്ലാ ആംബുലൻസ് ഡ്രൈവർമാരുടെയും ടാക്സി ഡ്രൈവർമാരുടെയും ഡീറ്റെയിൽസ് സിറ്റി പോലീസ് എടുത്തു വയ്ക്കാറുണ്ട് അയ്യ." "ഗുഡ്." കോവിൽ രാജ ക്യാമ്പ് ഓഫീസിനകത്തേക്ക് കയറി. ക്യാമ്പ് ഓഫീസിന്റെ വിശാലമായ ഭിത്തിയിൽ 10 പടുകൂറ്റൻ LED ടിവികളുണ്ടായിരുന്നു. ഓരോ സ്ക്രീനും 10ആയി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. മധുരയിലെയും തിരുമംഗലത്തെയും എല്ലാ ട്രാഫിക് സിഗ്നൽ പോയിന്റുകളിൽ നിന്നും പ്രധാന ജംഗ്ഷനുകളിൽ നിന്നും പോലീസ് ക്യാമറകൾ പകർത്തുന്ന ദൃശ്യങ്ങൾ ഡിസ്പ്ലേയിൽ കാണാമായിരുന്നു. മൊത്തം 420 പോലീസ് ക്യാമറകൾ. മീന ഭാസ്കർ തലതിരിച്ച് കോവിൽ രാജയെ നോക്കി. "ഇതിൽ ഏത് സിഗ്നൽ പോയിന്റിൽ പ്രഭുവിന്റെ ആംബുലൻസ് വന്നാലും നമുക്ക് കാണാൻ പറ്റും." "സൂപ്പർ." കോവിൽ രാജ ചിരിച്ചു. "അവന്റെ ആംബുലൻസ് നമ്പർ എന്നത്?" "ഏയ് സദാനന്ദ." മീന ഭാസ്കർ തിരിഞ്ഞ് ഒരു സബ് ഇൻസ്പെക്ടറെ വിളിച്ചു. "ഡീറ്റെയിൽസ് എല്ലാം അയാൾക്കിട്ട് ചൊല്ല്." "മാഡം." "അയ്യ ഉക്കാരുങ്കയ്യ." മീന ഭാസ്കർ ഒരു കസേര വലിച്ചിട്ടു. കോവിൽ രാജ അത് വലിച്ചിട്ടിരുന്നു. പോലീസുകാരൻ ഒരു ലാപ്ടോപ്പുമായി മുമ്പോട്ട് വന്ന് അറ്റൻഷനായി. "സാർ, പ്രഭുവിൻ്റെ ആംബുലൻസ് 2010 മോഡൽ സ്വരാജ് മസ്തവാൻ, നമ്പർ TN 58 4111. ക്രാഷ് ബാരിയറുകൾ എക്സ്ട്രാ തീർത്ത് ഒന്നുകൂടി സേഫ്റ്റി സോൺ ഉറപ്പാക്കിയ വണ്ടി. GPS നാവിഗേറ്റർ, മിനി സർക്കിൾ ടേബിൾ, വൈഫൈ, 120 bhp പവർ, 140 കിലോമീറ്റർ സ്പീഡ് വരെ." "പോതുണ്ടാ?" കോവിൽ രാജ കൈ ഉയർത്തി പോലീസുകാരനെ തടഞ്ഞു. "എനിക്ക് വേണ്ടത് അവനുടെ ഡീറ്റെയിൽസ്. അത് ചൊല്ല്. അവൻ യാര്? അവനുടെ കമ്പനി നെയിം എന്നത്? അപ്പ പേര്, അമ്മ പേര്, അവന് ലവർ, തങ്കച്ചി ആരാവതിരിക്കുക, അവനുടെ പവർ എത്ര bhp, അവന് സ്പീഡ് എത്ര കിലോമീറ്റർ?" കോവിൽ രാജയുടെ പല്ലുകൾ ഒന്ന് ഞെരിഞ്ഞു. "പ്രഭു." വലത് കൈയിലെ വിരലുകൾ കോവിൽ രാജ ഒന്ന് മടക്കി. നടുവരലിലെ മോതിരത്തിലെ സിംഹത്തല ഒന്ന് മിന്നി. "അയ്യാ." മീന ഭാസ്കർ മേശപ്പുറത്തേക്ക് ഒരു കൈ ഊന്നി. പിന്നെ തല താഴ്ത്തി കോവിൽ രാജയുടെ കണ്ണുകളിലേക്ക് നോക്കി. "അവരുടെ മുഴുവൻ പേര് പ്രഭുരാമൻ ശ്രീരാമൻ. വയസ്സ് 27, 5 അടി 9 ഇഞ്ച് ഉയരം, തൂക്കം 75 കിലോ. അച്ഛൻ്റെ പേര് ശ്രീരാമചന്ദ്ര അഡിഗ, അമ്മ വസന്തം. ബേസിക്കലി കേരളത്തുകാർ. 10 വർഷം മുമ്പ് മധുരയിൽ സെറ്റിൽഡായി." മീന ഭാസ്കറുടെ ഓരോ വാക്കും തലച്ചോറിൽ ഫീഡ് ചെയ്യുന്നത് പോലെ കോവിൽ രാജയുടെ തലയ്ക്കുള്ളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. സെൻറ് മേരീസ് കോളേജിൽ നിന്ന് അവൻ MSc ബോട്ടണിയിൽ PG എടുത്തു. പഠിക്കുന്ന കാലത്ത് ഒരു കണ്ടുപിടുത്തം നടത്തി മീഡിയ ശ്രദ്ധ നേടിക്കിട്ടി. സയൻറ്റിസ്റ്റ് അവൻ. കോവിൽ രാജ കവിൾക്കൂട്ടി ഒന്ന് ചിരിച്ചു. "ആ, അത്ര ചെറുതല്ലാത്തൊരു കണ്ടുപിടുത്തം." മീന ഭാസ്കർ ചിരിച്ചു. "റിസ്റ്റ് വാച്ച് പോലെ നമ്മുടെ കയ്യിൽ കെട്ടാവുന്ന ഒരു ഹൈടെക് ബാൻഡ്. ശരീരത്തിൻ്റെ ഊഷ്മാവ് കൊണ്ട് പ്രവർത്തിക്കുന്ന ബാൻഡിൽ 3 ഹൈടെക് നമ്പറുകൾ. 1 പോലീസ്, 2 വിമൻസ് ഹെൽപ്പ് ലൈൻ, 3 ആംബുലൻസ്. ഇത് കയ്യിൽ ധരിക്കുന്ന ആൾ ഒരു അപകടത്തിൽപ്പെട്ടാൽ ബാൻഡിലെ ഒരു ബട്ടണിൽ വിരലമർത്തിയാൽ ഈ 3ഇടത്തേക്കും സഹായ സന്ദേശം പോകും. ഇനി ബട്ടൺ അമർത്താൻ പോലും ആവതില്ലാത്ത അവസ്ഥയാണെങ്കിൽ ശരീരോഷ്മാവ് ഒരു പരിധിയിലധികം താഴ്ന്നാൽ അതും പൾസ് റേറ്റും പിടിച്ചെടുത്ത് ഹെൽപ്പ് ലൈനുകളിലേക്ക് മെസ്സേജ് പോകും." "ഗ്രേറ്റ്." കോവിൽ രാജ ഒന്ന് തലകുലുക്കി. പിന്നെ തിരിഞ്ഞ് യാസിറിനെ നോക്കിയിട്ട് കവിൾക്കൂട്ടി ഒന്ന് ചിരിച്ചു. "90 കിലോ മസിൽ മട്ടും." യാസിറിൻ്റെ മുഖം ഒന്ന് മങ്ങി. "ഡേയ്, അവനെ നമ്മുടെ ടീമിൽ കിട്ടുമെന്ന് നോക്ക്. ഇല്ലെങ്കിൽ അവൻ്റെ തല കിട്ടിയാലും മതി. കുത്തി തുറന്നു വച്ച് പഠിക്കാം. ഇനി എന്നാ പുതിയ ടെക്നിക്കുണ്ടെന്ന്?" "ശരി ശരി, ബാക്കി ചൊല്ല്." കോവിൽ രാജ മീന ഭാസ്കറിനെ നോക്കി. "പ്രഭു PG കഴിഞ്ഞപ്പോഴായിരുന്നു അവൻ്റെ തന്തയുടെയും തള്ളയുടെയും മരണം. ബൈക്കിൽ പോയ അവരെ ഏതോ വാഹനം ഇടിച്ചിട്ട് പോവുകയായിരുന്നു. ഒരു നോർമൽ ഹിറ്റ് ആൻഡ് റൺ കേസ്. അതോടെയാണ് പഠിത്തവും മറ്റ് അംബിഷൻസും വിട്ട് ആളുകളെ രക്ഷിക്കാൻ പ്രഭു തീരുമാനിച്ചത്. ആകെയുണ്ടായിരുന്ന 4 സെൻറ്റ് സ്ഥലവും വീടും വിറ്റ് സ്വരാജ് മസ്തയുടെ ഒരു ഹൈടെക് ആംബുലൻസ് വാങ്ങി. റെസ്ക്യൂ ഓപ്പറേഷൻ 24/7. അതായത് രക്ഷാപ്രവർത്തനം 7 ദിവസവും 24 മണിക്കൂറും. അതാ അവൻ്റെ മോട്ടോ." വീണ്ടും ഗ്രേറ്റ്. കോവിൽ രാജ ചിരിച്ചു. "ആൻഡ് ഹീസ് എ ഡയർ ഡെവിൾ ഡ്രൈവർ ഓൾസോ." മീന ഭാസ്കർ തുടർന്നു. "ആംബുലൻസിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ പ്രഭു ഇരുന്നാൽ കാലിന് പോലും ഓടിത്തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നൊരു പറച്ചിൽ തന്നെയുണ്ട്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അവനോട് താല്പര്യമുള്ള ചിലരുണ്ട്." മീന ഭാസ്കർ ബാക്കി പൂരിപ്പിച്ചത് ഒന്ന് അറച്ചിട്ടാണ്. "DYSP കടവുൾ റാവുത്തറെ പോലെയുള്ളവർ." കോവിൽ രാജയുടെ കണ്ണുകളൊന്ന് എരിഞ്ഞു. "അന്തനായയാ." മധുര പോലീസിൽ കോവിൽ രാജയുടെ ഒരേയൊരു തലവേദനയാണ് കടവുൾ റാവുത്തർ എന്ന നാട്ടുകാർ വിളിക്കുന്ന DYSP സുലൈമാൻ റാവുത്തർ.
ശരി, ഇനി എന്നെ ഡീറ്റെയിൽസ്. കോവിൽ രാജ വീണ്ടും മീനഭാസ്കറിനെ നോക്കി. 8 ഡ്രൈവിംഗ് ലൈസൻസുകൾ, ബംഗാളി മാർഷ്യൽ ആർട്ടായ കുങ്ഫുവിലും മിടുക്കൻ. അവനുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്നത്? കോവിൽ രാജ ചോദിച്ചു. ബി പോസിറ്റീവ്. കോമൺ ഗ്രൂപ്പ് കിടക്കും. ലക്കിമാൻ. കോവിൽ രാജ ഒന്ന് തലകുലുക്കി. പ്രഭുവിൻ്റെ പേരിൽ ഒരേയൊരു പോലീസ് കേസ്. മീനഭാസ്കർ ഒന്ന് നിർത്തി. കഴിഞ്ഞ വർഷം അമ്മപ്പെട്ടി റോഡിൽ വെച്ച് ആംബുലൻസിന് സൈഡ് കൊടുക്കാതിരുന്ന മുനിസിപ്പൽ ചെയർമാൻ അർപ്പുതലിംഗത്തെ പരസ്യമായി തല്ലി. പിന്നെ ആക്രമണത്തിന് അവൻ്റേതായ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. എതിരാളികളെ പോസ്റ്റിൽ അപ്പോയിൻ്റ് ചെയ്യുന്നത് അവൻ്റെ രീതി. പോസ്റ്റോ? അപ്പോയിൻ്റോ? എന്നത് കോവിൽ രാജയ്ക്ക് മനസ്സിലായില്ല. എതിരാളിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഏതെങ്കിലും പോസ്റ്റിൽ ഒറ്റയടി മുഖം അപ്പളം മാതിരി പൊടിഞ്ഞു പോകും. ദേവരാജൻ്റെ മൂക്കിൻ്റെ പാവും താടിയുമെല്ലാം തകർന്നു പോയിട്ടുണ്ടായ യാസിർ കോവിൽ രാജയെ ഒന്ന് നോക്കി. കോവിൽ രാജയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. ന്യൂ ജനറേഷൻ ആംബുലൻസ്, ഫുൾ ഓപ്ഷൻ. ന്യൂ ജനറേഷൻ ഹീറോ, ഫുൾ ഓപ്ഷൻ. കോവിൽ രാജ പതിയെ എണീറ്റു. അയ്യാ, പെട്ടെന്ന് ഓർത്തതുപോലെ മീനഭാസ്കർ കോവിൽ രാജയെ നോക്കി. കൃത്യമാണോ ഈ വിവരം എന്നറിയില്ല. 3 വർഷം മുമ്പ് പ്രഭു മധുരയിലെ ഒരു സൈക്യാട്രി ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വിധേയനായിട്ടുണ്ട്. സൈക്കിക് പ്രോബ്ലം എന്ന് പറയാൻ പറ്റത്തില്ല. മൂഡ് ഡിസോർഡർ എന്തായിരുന്നു പ്രശ്നം? മൂഡ് ഡിസോർഡറോ എന്നത് പെട്ടെന്നുണ്ടാകുന്ന മാനസികാഘാതങ്ങൾ മനസ്സിൻ്റെ അവസ്ഥയിൽ സഡൻ ഫ്ലക്ച്വേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മനസ്സ് തണുത്ത ഒരു സങ്കടാവസ്ഥയിലേക്ക് പോകും. ചിലപ്പോൾ എന്തും ചെയ്യും. ഏത് അഡ്വഞ്ചറസ് റൂട്ടിലും പോകും. ഇൻ ഷോർട്ട്, അവൻ ഡേഞ്ചറസ്. കറക്റ്റാ. കോവിൽ രാജ മീനഭാസ്കറെ നോക്കി. യെസ്. മീനഭാസ്കർ തലകുലുക്കി. നിയമപരമായി പോലീസിന് പ്രഭുവിനെയോ ആ പെണ്ണിനെയോ തടഞ്ഞു വയ്ക്കാനോ പിടിച്ചു കൊണ്ടുവരാനോ പറ്റത്തില്ല. എനിക്ക് ഉന്നയുടെ ഹെൽപ്പ് വേണമെന്ന് ഞാൻ സൊന്നനോ? കോവിൽ രാജ പറഞ്ഞു. IPC ഇന്ത്യൻ പീനൽ കോഡ് അത് ഉനക്ക് അതുക്കുള്ള ரொம்ப ലിമിറ്റേഷൻസ്. ஆனால் என்னுடையது KPC കോവിൽ രാജ പീനൽ കോഡ്. ലിമിറ്റേ കിടയാത്. കോവിൽ രാജ ചിരിച്ചു. അടുത്ത നിമിഷം SI മാമുക്കുട്ടിയുടെ വിളി കേട്ടു. മാഡം പ്ലീസ്. LED TV ദൃശ്യങ്ങളിലേക്ക് ശ്രദ്ധയോടെ നോക്കി നിൽക്കുകയായിരുന്നു മാമുക്കുട്ടി. മാഡം നോക്കിക്കേ. അയാൾ സ്ക്രീനിന് നേരെ വിരൽ ചൂണ്ടി. കോവിൽ രാജയും മീനഭാസ്കറും ധൃതിയിൽ സ്ക്രീനിന് നേരെ ചെന്നു. സ്പ്ലിറ്റ് സ്ക്രീനിലെ 10ാം നമ്പർ പോക്കറ്റിൽ സിഗ്നൽ കാത്തുകിടക്കുന്ന വാഹനങ്ങളുടെ നിര കണ്ടു. അക്കൂട്ടത്തിൽ ഏറ്റവും പിന്നിലായി ഒരു ആംബുലൻസ്. കോവിൽ രാജയുടെ മിഴികളൊന്ന് പിടച്ചു. സൂമിറ്റ്, മീനഭാസ്കർ പോലീസുകാരനോട് പറഞ്ഞു. സ്ക്രീനിലേക്ക് ആംബുലൻസിൻ്റെ പിൻദൃശ്യം സൂം ചെയ്തു വന്നു. യാസിറാണ് നമ്പർ വായിച്ചത്. TN 58 4111. പ്രഭു. മീനഭാസ്കർ ആവേശത്തോടെ തലതിരിച്ച് കോവിൽ രാജയെ നോക്കി. സിഗ്നലിൽ പച്ച കത്തുന്നത് കണ്ടു. വാഹനവ്യൂഹം നീങ്ങി. ഇതേത് സ്ഥലം? കോവിൽ രാജ ചോദിച്ചു. അളഗുസോറോ സിഗ്നൽ പോയിന്റ്. പോതും, കോവിൽ രാജ പറഞ്ഞു. വാങ്ങടാ. ഒരു ചൂട് വച്ചിട്ട് പെട്ടെന്ന് ഓർത്തതുപോലെ കോവിൽ രാജ നിന്നു. പിന്നെ തലതിരിച്ച് മീനഭാസ്കർ നോക്കി. അവരുടെ ടെലിഫോൺ നമ്പർ ഒരുക്കാ? ഓ, ഞാനത് മറന്നു. മീനഭാസ്കർ തൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് തള്ളവിരൽ കൊണ്ട് സ്ലൈഡ് ചെയ്തു. അവർ ഒരു വോഡഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. യാസിർ, കോവിൽ രാജ തിരിഞ്ഞു. പ്രഭുവിനെ വിളിക്കേ. ഒരുപാട് മിടുക്കന്മാരെ ശത്രുവാക്കുകയല്ല ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. മിത്രമാക്കി കൂടെ നിർത്തണം. എതുക്ക് നമ്മ ഫ്യൂവലും മണിയും വേസ്റ്റ് പണണം. അവനെ വിളിച്ച് അന്ത പൊണ്ണുമായി തിരിച്ചു വരാൻ പറയേ. നാളെ കോവിൽ രാജ അയ്യാ കല്യാണം കട്ടപ്പോറെ. രാസാത്തിയാണ് ചോദിക്കാന്ന് ചൊല്ലേ. അതുക്ക് ബദൽ അവന് എന്നാ വേണമെന്ന് ചോദിക്കേ. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് യാസിർ നമ്പർ ഡയൽ ചെയ്തു. 2 ബെല്ലടിച്ചതും മറുവശത്ത് ഫോൺ എടുത്തു. ഹലോ. പ്രഭുവിൻ്റെ ശബ്ദം യാസിർ കേട്ടു. ഒരു തീക്കാറ്റ് ചെവിയിൽ വന്നടിച്ചതുപോലെയാണ് യാസിറിന് തോന്നിയത്. അയ്യാ. യാസിർ ഫോൺ അല്പം മാറ്റിയിട്ട് കോവിൽ രാജയെ നോക്കി. സ്പീക്കർ മോഡിലിടടാ. കോവിൽ രാജയുടെ മിഴികൾ ജാഗരൂകമായി. കാര്യങ്ങൾ അവനോട് വിവരമാ സൊല്ലേ. യാസിർ ഫോൺ സ്പീക്കർ മോഡിലിട്ടു. ഹലോ. പ്രഭുവിൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. ഹലോ പ്രഭു. യാസിർ വിളിച്ചു. അതെ, പറയൂ. പ്രഭു, എൻ്റെ പേര് യാസിർ റഹ്മത്തുള്ള. ഞാൻ കോവിൽ രാജ അയ്യാവിടെ പേഴ്സണൽ മാനേജറാണ്. ഒരു നിമിഷത്തേക്ക് മറുവശത്ത് നിശബ്ദതയായിരുന്നു. അടുത്ത നിമിഷം പ്രഭുവിൻ്റെ സ്വരം കേട്ടു. പറയണം മാനേജറെ. ആ സ്വരത്തിലെ പരിഹാസം കോവിൽ രാജയ്ക്ക് പിടികിട്ടി. പ്രഭു. യാസിർ പരമാവധി സ്വയം നിയന്ത്രിച്ചാണ് സംസാരിച്ചത്. നിൻ്റെ ഒപ്പമുള്ള പെൺകുട്ടിയെ നീ ഇപ്പോൾ തന്നെ തിരുമംഗലത്ത് കോവിൽ രാജ അയ്യാവുടെ ബംഗ്ലാവിൽ കൊണ്ടുവരണം. എന്തിന്? നാളെ കോവിൽ രാജ അയ്യ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ അത്. അതിന്? ഞാൻ ആ കുട്ടിയുടെ അച്ഛൻ്റെ മൃതശരീരവും കൊണ്ടാണ് പോകുന്നത്. അപ്പൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് ഏതെങ്കിലും പെണ്ണ് കല്യാണത്തിന് സമ്മതിക്കുമോ? ഒന്നും അറിയാത്തതുപോലെയായിരുന്നു പ്രഭുവിൻ്റെ ചോദ്യം. എടാ. യാസിറിൻ്റെ സ്വരം മാറി. നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഞങ്ങളുടെ 3 പേരാ നീ കാരണം ആശുപത്രിയിൽ. കണ്ടുപിടിച്ച് നിന്നെ കഷ്ണങ്ങളാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. അയ്യാ അത് ക്ഷമിച്ചു. മര്യാദയ്ക്ക് അവളെയും കൊണ്ടുപോവാ. ഇല്ലെങ്കിലോ? വളരെ ശാന്തമായിട്ടായിരുന്നു പ്രഭുവിൻ്റെ മറു ചോദ്യം. ഇല്ലെങ്കിൽ നീ അനുഭവിക്കും പന്നി. യാസിറിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് ഞങ്ങൾ ഇത്രയും മര്യാദ കൊടുക്കുന്നത്. കോവിൽ രാജ അയ്യാവെ പറ്റി നീ തിരക്കി നോക്ക്.
മധുരയ്ക്ക് മാത്രമല്ല, ഈ തമിഴ്നാടിനെ അയ്യ രാജ. മോനെ യാസറേ, രാജാവിൻ്റെ മാനേജരെ, പ്രഭുവിൻ്റെ വിളി കേട്ടു. നിങ്ങളുടെ കോവിൽ രാജ വലിയ രാജാവാ, സമ്മതിച്ചു. എന്നെ പോലുള്ള നിസ്സാരന്മാരിൽ നിസ്സാരന്മാരായ ആളുകൾ കോവിൽ രാജയെ പോലുള്ള മഹാരാജാക്കന്മാർക്ക് ഒന്നുമല്ല, അതും സമ്മതിച്ചു. എന്നാൽ നീയൊക്കെ ഒരു കാര്യം ഓർത്തു വച്ചോണം. പ്രഭു ഒന്ന് നിർത്തി. ഏത് വലിയ ചതുരംഗക്കളി കഴിഞ്ഞാലും രാജാവും പടയാളികളും ഉറങ്ങുന്നത് ഒരേ പെട്ടിയില്ല, അതുകൊണ്ട് വരട്ടരുത്. അടുത്ത നിമിഷം പ്രഭുവിൻ്റെ സ്വരത്തിന് മൂർച്ച വന്നു. മധുര മീനാക്ഷി കോവിലിന് മുമ്പിൽ MS സുബലക്ഷ്മിയുടെ നല്ല ഭക്തിഗാന കാസറ്റ് കിട്ടും. അത് വാങ്ങിച്ചു കേട്ട് ചാരുകസേരയിൽ മലർന്നു കിടക്കാൻ പറയാം നിന്റെ കോവിൽ രാജ അയ്യാവോട്. കേട്ടോടാ കേട്ടോടാ കാവൽപ്പട്ടി, കഴിവോട്ട മോനെ. അടിയാറ്റതുപോലെ യാസറിൻ്റെ മുഖം ചുവന്നുപോയി. മീനാ ഭാസ്കർ ഒട്ടൊരു പകപ്പോടെയാണ് കോവിൽ രാജയെ നോക്കിയത്. കോവിൽ രാജയുടെ മുഖത്ത് പക്ഷേ ചിരി തന്നെയായിരുന്നു. കോവിൽ രാജ യാസറിനെ നോക്കിയിട്ട് വലതു കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് കത്രിക ചലിപ്പിക്കുന്നത് പോലെ ഒരാംഗ്യം കാട്ടി. കോൾ കട്ട് ചെയ്തു. പിന്നെ ഇനി എന്ത് വേണം എന്ന ഭാവത്തിൽ കോവിൽ രാജയെ നോക്കി. ഞാൻ പറഞ്ഞതല്ലേ അയ്യാ അവനെപ്പറ്റി, അവൻ വരില്ല, മീനാ ഭാസ്കർ തിരിഞ്ഞ് കോവിൽ രാജയോട് പറഞ്ഞു. ഹീസ് വെരി വെരി ബോൾഡ്. എന്നാ മീന? കോവിൽ രാജ മീനാ ഭാസ്കറുടെ ചുമലിന് മീതെ കൈവച്ചു. ഉനക്ക് അവനോട് കാതലാ? കോവിൽ രാജയുടെ വിരലുകൾ താഴേക്ക് വന്നു. മീനാ ഭാസ്കറുടെ നെയിം ബോർഡിന് മീതെ വിരലുകൾ ഒന്നമർന്നു. അയ്യ പ്ലീസ്, മീനാ ഭാസ്കർ പകച്ചുപോയി. എന്നയ്യത് സബോർഡിനേറ്റ്സ്. മീനാ ഭാസ്കറിൻ്റെ മിഴികൾ ഇടം വലം ഒന്ന് വെട്ടി. കോവിൽ രാജ കൈയെടുത്തു. അവൻ്റെ മൊബൈൽ നമ്പർ വച്ചിട്ട് അവർ ലൊക്കേറ്റ് ചെയ്യണം. ഡീറ്റെയിൽസ് അപ്പോൾ യാസിറിനെ അറിയിക്കണം. അറിയിക്കായ്യ, മീനാ ഭാസ്കർ തലകുലുക്കി. കോവിൽ രാജ നടന്ന് വരാന്തയുടെ അറ്റത്തെത്തി നിന്നു. പിന്നെ തിരിഞ്ഞ് മീനാ ഭാസ്കറിനെ നോക്കി. നാളെ കാലയിലെ 11:30 മുഹൂർത്തം. മീന, നീ താൻ മൈ ചീഫ് ഗസ്റ്റ്. കോവിൽ രാജ പോർഷെ കാറിലേക്ക് കയറി. പോർഷെ കാറും അകമ്പടി വാഹനങ്ങളും വെട്ടിത്തിരിഞ്ഞ് ക്യാമ്പ് ഓഫീസിന് പുറത്തേക്കിറങ്ങി. അളകുസോറ, അച്ചൻകുളം, ആലാംപെട്ടി, ചെട്ടിപ്പിളയാർ നട്ടം, ചെറുഗ്രാമങ്ങൾ പിന്നിട്ട് ഒരു തൂവെള്ള മിന്നൽ പോലെ ആംബുലൻസ് പാഞ്ഞുകൊണ്ടിരുന്നു. നിന്നെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞ് കോവിൽ രാജയുടെ മാനേജരാ മുമ്പേ വിളിച്ചത്, മനസ്സിലായി കാണുമല്ലോ. സ്റ്റിയറിംഗ് തിരിക്കുന്നതിടെ പ്രഭു ജ്യോതികയെ നോക്കി. മനസ്സിലായെന്ന് ജ്യോതിക തലയാട്ടി. പിന്നെ ഇരു കൈയും ഉയർത്തി പ്രഭുവിന് തൊഴുതു. എന്നെ വിട്ടുകൊടുക്കല്ലേ എന്ന യാചനയായിരുന്നു അത്. പ്രഭുവിന് വല്ലാത്ത അലിവ് തോന്നി. പേടിക്കേണ്ട, ഒരു കുഴപ്പവും കൂടാതെ നീ നിന്റെ വീട്ടിലെത്തിയിരിക്കും. അടുത്ത നിമിഷം ജ്യോതിക ഒന്ന് ഏങ്ങലടിച്ചു. എന്താ? പ്രഭു വീണ്ടും ആളെ നോക്കി. അവിടെ എൻ്റെ അമ്മയും നീരജ കുട്ടിയും ഒന്നും പറഞ്ഞിട്ടില്ല. അവർ കടം വീട്ടാനുള്ള കാശും കൊണ്ട് അച്ഛൻ ചെല്ലുന്നത് നോക്കിയിരിക്കുക. ഞാൻ എങ്ങനെ? പ്രഭു ഒന്നും മിണ്ടിയില്ല. അതിന് മറുപടി പ്രഭുവിനുണ്ടായിരുന്നില്ല. ദൂരെ ഗുണ്ടാർ നദി കണ്ടു. നദിയുടെ കരയിൽ നിരനിരയായി നിൽക്കുന്ന തണൽ മരങ്ങൾ. ദൂരെ ചെറിയ ചായക്കടയും പനനൊങ്ക് വിൽക്കുന്നവരും. ഒരു തണൽ മരത്തിന് ചുവട്ടിലായി ആംബുലൻസ് നിന്നു. ജ്യോതിക ചോദ്യഭാവത്തിൽ പ്രഭുവിനെ നോക്കി. ഒരു കുപ്പി വെള്ളം വാങ്ങിക്കട്ടെ. പ്രഭു ആംബുലൻസിൻ്റെ ഡോർ തുറന്നിറങ്ങിപ്പോയി. അടുത്ത നിമിഷം 250 മീറ്റർ മുമ്പിലുള്ള അമ്മപ്പെട്ടി പാലത്തിന് മീതേക്ക് ഒരു ലൂണ സ്കൂട്ടർ വന്നു നിന്നു. മെലിഞ്ഞ ഒരു തമിഴനായിരുന്നു ലൂണയിൽ. പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് അയാൾ കാതോട് ചേർത്തു. യാസിർ ഷാർ, ഞാൻ അളകുമുത്തു പേസുറേൻ. அந்த பிரபுவன் பொண்ணையும் கண்டுபிடிச்சிட்டேன் ஐயா. அவங்க இந்த குண்டார் நதி ஓரத்து தானே ஐயா? ആമങ്ക അയ്യാ. വസ്നാഡ് റൂട്ട്. ശരി. അയാൾ ഫോൺ പോക്കറ്റിലേക്ക് തിരികെ വെച്ചു. ലൂണ ഒരു മുകളിലൂടെ പനനൊങ്ക് വിൽക്കുന്നവരുടെ അടുത്തേക്ക് പോയി. തിരുമംഗലത്തെ ഒരു ബ്യൂട്ടി സ്പായ്ക്കുള്ളായിരുന്നു കോവിൽ രാജ അപ്പോൾ. നാളത്തെ കല്യാണത്തിന് കൂടുതൽ സുന്ദരനാവാൻ വേണ്ടി മുടി കറുപ്പിക്കലും ഗോൾഡൻ ഫേഷ്യലും. അയ്യാ. യാസിർ ഫോണുമായി അടുത്തേക്ക് വന്നു. പിന്നെ കിട്ടിയ വിവരം അറിയിച്ചു. മുമ്പിലെ കണ്ണാടിയിൽ തെളിഞ്ഞ യാസിറിൻ്റെ മുഖത്തേക്ക് കോവിൽ രാജ നോക്കി. വേണ്ടത് ചെയ്യ് യാസിർ. തല കുലുക്കിയിട്ട് യാസിർ തിരിഞ്ഞു. 5 മിനിറ്റിനകം നിറയെ ആയുധങ്ങളും ഗുണ്ടകളുമായി 3 പിങ്ങർ വാനുകൾ ഹൈവേയിലേക്ക് കയറി. പിന്നെ ഗുണ്ടൂർ നദിക്കരയിലേക്ക് പറന്നു. നദിക്കരയിലെ തണൽ മരത്തിന് ചുവടെ ചെറിയ പെട്ടികളിൽ നിന്ന് മിനറൽ വാട്ടർ ബോട്ടിൽ വാങ്ങി തിരിയുമ്പോഴാണ് പ്രഭുവിൻ്റെ കണ്ണിൽ അതുടക്കിയത്. കുറച്ചു മാറി തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന കറുത്ത മെല്ലിച്ച തമിഴൻ. അഴകുസ്വാമിയായിരുന്നു അത്. പ്രഭുവും ജ്യോതികയും ഗുണ്ടാർ നദിക്കരയിലുണ്ടെന്ന് യാസിറിന് വിവരം നൽകിയ ഇൻഫോർമർ അഴകുസ്വാമി. പ്രഭു നോക്കിയതും അഴകുസ്വാമി മുഖം വെട്ടിത്തിരിച്ച് നോട്ടം മറ്റൊരു ദിശയിലേക്ക് മാറ്റി. പ്രഭുവിൻ്റെ മിഴികളൊന്ന് ഇടുങ്ങി. അഴകുസ്വാമിയെ പ്രഭുവിന് നന്നായിട്ടറിയാം. മധുരയിലെ അറിയപ്പെടുന്ന പിമ്പാണ്. തമിഴ്നാട്ടിലെ പട്ടിണിച്ചേരികളിലെ പെൺകുട്ടികളെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ലേലച്ചന്തകളിലേക്ക് കയറ്റിവിടുന്ന ദല്ലാള്. അഴകുസ്വാമിയുടെ വിപണി വിശേഷണം ദല്ലാൽ സ്വാമി എന്നാണ്. ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് അഴകുസ്വാമി കൂടുതലും ഇരകളെ തേടിയിറങ്ങുന്നത്. ഉറ്റവർക്ക് മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത സുന്ദരിമാരായ പെൺകുട്ടികളുടെ മാംസത്തിന് വിലയിട്ടുള്ള കളി. അങ്ങനെയാണ് അഴകുസ്വാമി പ്രഭുവിൻ്റെ നോട്ടപ്പുള്ളിയായത്. പ്രഭു 2 ചൂട് വച്ചതും പിന്നിൽ നിന്നൊരു ക്യാമറയുടെ ക്ലിക്ക് ശബ്ദം കേട്ടു. മൊബൈൽ ഫോണിലെ ക്യാമറയുടെ ശബ്ദമാണെന്ന് പ്രഭുവിന് മനസ്സിലായി. പ്രഭു പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. പകരം തൊട്ടുമുമ്പിലിരുന്ന ബൈക്കിൻ്റെ റിയർ വ്യൂ മിററിലേക്കാണ് നോക്കിയത്.
അഴകുസ്വാമി വീണ്ടും മൊബൈൽ ക്യാമറയിലൂടെ തന്നെ ഉന്നം വയ്ക്കുന്നത് പ്രഭു കണ്ടു. പ്രഭു നേരെ ആംബുലൻസിൻ്റെ അടുത്തെത്തി. മിനറൽ വാട്ടർ കുപ്പി ജ്യോതികയ്ക്ക് നേരെ നീട്ടി. ഇന്നാ ഒരു കവിള് വെള്ളം കുടിച്ചിട്ടിരുന്നോ, ഞാനിപ്പം വരാം. ജ്യോതിക എന്തെങ്കിലും പറയും മുമ്പ് പ്രഭു തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു അഴകുസ്വാമിയുടെ നേരെ. പ്രഭുവിൻ്റെ വരവ് കണ്ടത് അഴകുസ്വാമിയുടെ കണ്ണുകളിലൊരു പകപ്പുണ്ടായി. തിരിഞ്ഞു നടക്കാനുള്ള നേരം കിട്ടിയില്ല. അതിനു മുമ്പേ പ്രഭു തൊട്ടു മുമ്പിലെത്തിയിരുന്നു. നീ എന്തിനാണ് എൻ്റെ പടമെടുത്തത്? പ്രഭു അഴകുസ്വാമിയുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. പെട്ടെന്ന് മറുപടി പറയണം. നിന്റെ കയ്യിൽ നിന്ന് ഉത്തരം കിട്ടാനും നിന്നെ എടുത്ത് പോസ്റ്റിൽ അപ്പോയിൻറ്റ് ചെയ്യാനും കൂടി എനിക്ക് മുന്നിൽ 3 മിനിറ്റേ ഉള്ളൂ. ഡേയ്, അഴകുസ്വാമി അലറി. എന്നടാ മിരട്ടറിയാ? ചോദിച്ചുകൊണ്ട് അഴകുസ്വാമി കൈ ആഞ്ഞു വീശി. നിസ്സാരമായി പ്രഭു ആ കൈ പിടിച്ചെടുത്തു. പിന്നെ അഴകുസ്വാമിയുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ ജനിച്ചു വീണപ്പോൾ നിന്നെ എടുത്തത് വേറൊരാളുടെ കൈ. നിനക്ക് വിശന്നപ്പോൾ നിന്നെ ആദ്യമായി ഊട്ടിയതും നിനക്ക് നടക്കാൻ വേണ്ടി നിന്റെ കൈ പിടിച്ചു കൊണ്ടുപോയതും വേറൊരാളുടെ കൈ. നാളെ നീ ചത്തു കഴിയുമ്പോൾ നിന്നെ ചുമക്കുന്നതും വേറൊരാളുടെ കൈ. അങ്ങനെയുള്ള നീ സ്വന്തം കൈയുടെ ബലത്തിൽ അഹങ്കരിക്കാൻ പാടുണ്ടോടാ അഴകുസ്വാമി? ചോദിച്ചുകൊണ്ട് കൈ പിടിച്ച് പിന്നിലേക്ക് മലർത്തി. ഇപ്പം നിന്റെ കൈ ഒടിക്കാൻ പോകുന്നതും വേറൊരു കൈ. അയ്യാ വേണാ, അഴകുസ്വാമി വേദന കൊണ്ട് അലറി. വിരണ്ടു നിൽക്കുകയായിരുന്ന പനന്നുങ്ക് കച്ചവടക്കാർ. എങ്കിൽ പിന്നെ പറയടാ, നീ എന്തിനാ പടമെടുത്തത്? ആർക്കാ നീ അത് അയച്ചത്? ഇനി ചോദ്യമൊന്നുമില്ല. പ്രഭു അഴകുസ്വാമിയുടെ പിടലിക്ക് കുത്തിപ്പിടിച്ച് റോഡരികിലെ ടെലിഫോൺ പോസ്റ്റ് നേരെ കൊണ്ടുവന്നു. നിന്റെ ക്വാളിഫിക്കേഷൻസ് വെച്ച് ചെറിയ ടെലിഫോൺ പോസ്റ്റായാലും മതി നിന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ. പറഞ്ഞോ, ഇല്ലെങ്കിൽ അഴകുസ്വാമിയുടെ മോന്തയ്ക്ക് ആകെയുള്ള 1 ഗ്രാം അഴക് പോസ്റ്റിലിരിക്കും. പടം അഴകുസ്വാമി വിക്കി. പടം പോട്ടത് യാസിർ അയ്യാവുക്ക് വേണ്ടിയാ കോവിൽ രാജ അയ്യാവിടെ. അത് ശരി, അവരവിടുന്ന് പോന്നോ എനിക്കിട്ട് പണിയാൻ? അഴകുസ്വാമി തലകുലുക്കി. പ്രഭു അഴകുസ്വാമിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ വാങ്ങി. ഇതിന് എത്ര രൂപ വരും? 46,000. ആഹാ, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അഴകുസ്വാമി ഇതിൽ? എല്ലാം ഉണ്ടയ്യാ. അഴകുസ്വാമി ഞരങ്ങി. ക്യാമറ, ഇൻ്റർനെറ്റ്, വാട്സപ്പ്. കുളിമുറിയുണ്ടോ? പ്രഭു അഴകുസ്വാമിയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നത് അവന് മനസ്സിലായില്ല. അല്ല, ഈ കുളിമുറിയെ സിം കാർഡിന് കുളിക്കാനായിട്ട്? പ്രഭു ഒന്ന് നിർത്തി. ഇല്ല അല്ലേ? എന്നാൽ പിന്നെ ഫോൺ പോയി മുങ്ങി കുളിച്ച് വരട്ടെ. പ്രഭു പറഞ്ഞതും ഫോൺ ഗുണ്ടാർ നദിയിലേക്ക് ആഞ്ഞൊരു ഏറ് കൊടുത്തു. അയ്യോ, അഴകുസ്വാമി അലറിപ്പോയി. 46,000 രൂപയുടെ മൊബൈൽ ഫോൺ നദിയിലെ മധ്യത്തിൽ വീണ് താഴുന്നത് കണ്ടു. അപ്പം പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ? പ്രഭു അഴകുസ്വാമിയെ വട്ടം കറക്കി തനിക്ക് അഭിമുഖമായി നിർത്തി. നിന്റെ തന്ത ഇപ്പോഴും പഴയ ആൾ തന്നെയാണല്ലോ അല്ലേ? മാറിയിട്ടൊന്നുമില്ലല്ലോ? പ്രഭു അഴകുസ്വാമിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തൻ്റെ കൈത്തലങ്ങളൊന്ന് തിരുമ്മി. കാറ്റ് തോട്ടത്തിൽ വീണ മുയലിനെ കൂട്ട് ആയാലോടാ എൻ്റെ അവസ്ഥ. നിന്നെപ്പോലൊരു ലോകത്തിൻ്റെയെ കണ്ടിട്ട് ഒന്നും മാന്താതെ വിടുന്നതെങ്ങനെ? അഴകുസ്വാമിയുടെ കോളറിൽ പിടിച്ച് പ്രഭു അല്പം കൂടി മുമ്പോട്ട് നിർത്തി. അനങ്ങാതെ നിന്നോണം. പറഞ്ഞതും പ്രഭു കൈവീശി ഒറ്റയടി അടിച്ചു. പെൺപിള്ളേരുടെ കണ്ണുനീരിൻ്റെ മാണലോടെ പട്ടി നിന്റെ വിയർപ്പിന്. നിലവിളിച്ചുകൊണ്ട് ചെരിഞ്ഞുപോയ അഴകുസ്വാമിയെ പ്രഭു പിടിച്ചു നേരെ നിർത്തി. ഞാൻ പറഞ്ഞതല്ലേ നേരെ നിൽക്കണമെന്ന്? പടക്കം പൊട്ടുന്നത് പോലെ ഒരെണ്ണം കൂടെ. ഇത്തവണ അഴകുസ്വാമി നിലത്തെറ്റി താഴേക്ക് വീണുപോയി. കൈ കുടഞ്ഞുകൊണ്ട് പ്രഭു തിരിഞ്ഞു. പിന്നെ വേഗത്തിൽ നടന്നു വന്ന ആംബുലൻസിൽ കയറി. ആംബുലൻസിൻ്റെ മുൻസീറ്റിൽ എല്ലാം കണ്ട് ഭയന്നിരിക്കുകയായിരുന്നു ജ്യോതിക. ഒന്നും മിണ്ടാതെ പ്രഭു ആംബുലൻസ് മുമ്പോട്ടെടുത്തു. പാടുപെട്ട് കണ്ണു തുറന്ന അഴകുസ്വാമി കണ്ടത് അടുത്തുകൂടി പാഞ്ഞു പോകുന്ന ആംബുലൻസിൻ്റെ ചക്രങ്ങളാണ്. പനന്നോക്ക് കച്ചവടക്കാർ കാര്യം തിരക്കാനായി പതിയെ അഴകുസ്വാമിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അമ്മപ്പെട്ടി പാലത്തിലേക്ക് കയറിയ ആംബുലൻസ് വലത്തേക്ക് തിരിഞ്ഞ് ഒരു ഉലച്ചിലോടെ നിന്നു. പ്രഭു തിരിഞ്ഞ് ജ്യോതികയ്ക്ക് നേരെ കൈനീട്ടി. എന്താ? ജ്യോതിക ഞെട്ടിവിറച്ച് സീറ്റിലേക്ക് പറ്റിക്കൂടി. നിന്നെ പിടിച്ച് വിഴുങ്ങാനില്ല, സീറ്റ് ബെൽറ്റ് ഇടാൻ. പ്രഭു കോ ഡ്രൈവർ സീറ്റിൻ്റെ സേഫ്റ്റി ബെൽറ്റ് ജ്യോതികയുടെ ചുമലിന് മീതെ കൂടി വലിച്ച് താഴെ ഘടിപ്പിച്ചു. നിന്റെ തല എങ്ങും ഇടിക്കാതിരിക്കാനാ പറഞ്ഞത്. ആംബുലൻസ് മുന്നോട്ട് കുതിച്ചു. പ്രധാന പാതയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നദിക്ക് സമാന്തരമായ ചെറിയ റോഡിലൂടെയായിരുന്നു ഓട്ടം. കരിമ്പ് കയറ്റിയ ചില ട്രാക്ടറുകൾ മാത്രമായിരുന്നു റോഡിൽ. കോവിൽ രാജയുടെ സൈന്യം ഇറങ്ങിയിട്ടുണ്ട്, എന്നെയും നിന്നെയും തേടി. കിട്ടിയാൽ എന്നെ കൊന്നിട്ടാണെങ്കിലും നിന്നെ അവർ കൊണ്ടുപോകും. ആംബുലൻസിൻ്റെ വേഗം ഒന്നുകൂടി കൂട്ടി. 30 പേരെ ഇടിച്ചിട്ടിട്ട് ഒരു പോറൽ പോലും പറ്റാതെ നടന്നു പോവാൻ സിനിമാ സ്ക്രീനിലെ നായകനൊന്നുമല്ല ഞാൻ. പക്ഷേ ഞാൻ ചാവും വരെ നിന്നെ എന്നെ പൊതിഞ്ഞു പിടിക്കാൻ നോക്കും. അറിയാതെ പ്രഭു പറഞ്ഞു പോയത് അങ്ങനെയാണ്. ജ്യോതിയുടെ കണ്ണുനീർ നിറഞ്ഞ് കവിളിലേക്കിറ്റു. ഞാൻ കാരണം നിങ്ങളുടെ ജീവൻ കൂടി അപകടത്തിലായി, ജ്യോതിക വിതുമ്പി. അത് സാരമില്ല, പ്രഭു ചിരിച്ചു. ഈ വാഹനം ഓടിക്കുന്ന ആരും സ്വന്തം ജീവനെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നവരല്ല. 100-140 കിലോമീറ്റർ വേഗത്തിൽ ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് കയ്യടിയോ കോപ്പോ കിട്ടാനല്ല. ആരുടെയും ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിച്ചുമല്ല. ഞങ്ങൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഞങ്ങളുടെ ജീവന് വേണ്ടിയുമല്ല. ഒപ്പമുള്ള ആളുടെ ജീവനൊന്നും സംഭവിക്കാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഓരോ ആംബുലൻസ് ഡ്രൈവർക്കും. പ്രഭു ഒന്ന് നിർത്തി. പിന്നെ ജ്യോതികയെ നോക്കി. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന നിനക്ക് വേണ്ടിയാ. ഒരു പുരുഷൻ്റെ ജീവനേക്കാൾ വിലയുണ്ട് ഒരു പെണ്ണിൻ്റെ മാനത്തിനെന്ന് എനിക്കറിയാം. ജ്യോതിയുടെ മിഴികൾ രണ്ടും തുളുമ്പി ഒഴുകി. ദൂരെ പൂവാർ ഛത്ര റോഡ് എന്ന ബോർഡ് കണ്ടു. ആംബുലൻസ് പൂവാർ ഛത്ര റോഡിൽ നിന്ന് തിരിഞ്ഞു കയറി വേഗം
ഒന്നുകൂടി കൂടി. മുമ്പിലെ കാഴ്ചകൾ തൻ്റെ നേരെ പറന്നു വരുന്നത് പോലെയാണ് ജ്യോതികയ്ക്ക് തോന്നിയത്. നിനക്ക് ഡ്രൈവിംഗ് അറിയാം അല്ലേ? പ്രഭു ചോദിച്ചു. ജ്യോതിക അത്ഭുതത്തിൽ തലകുലുക്കി. ഭയന്ന് വീഴ്ചയുള്ള നിന്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് മുൻസീറ്റിൽ ഇരിക്കാൻ ഇത്ര പേടി വരും. ആംബുലൻസ് റോഡിന് താഴെയുള്ള മൈതാനത്തിലേക്ക് തിരിഞ്ഞിറങ്ങി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ജ്യോതിക അറച്ചറച്ച് പ്രഭുവിനെ നോക്കി. പറഞ്ഞോ. എനിക്കിത്തിരി പൂവ് മേടിച്ചു തരുമോ? ജ്യോതികയുടെ ചുണ്ടുകൾ വിതുമ്പലിൽ വിറച്ചു. എൻ്റെ അച്ഛൻ്റെ ദേഹത്തിടാനാ. അവർ ബിയറൊക്കെ അച്ഛൻ്റെ ദേഹത്തൊഴിച്ചു. അച്ഛൻ്റെ ഉടുപ്പിലൊരു ചെറിയ ചെളിപ്പൊട്ട് കണ്ടാൽ അതിടാൻ സമ്മതിക്കാത്ത മോളായിരുന്നു ഞാൻ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത്. എൻ്റെ കയ്യിലൊരു പൈസ പോലും ഇല്ലാത്തതുകൊണ്ടാണ്. ജ്യോതിക വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. പ്രഭു അലിവോടെ അവളെ ഒന്ന് നോക്കി. അതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ജ്യോതികയുടെ കണ്ണുകളിൽ ഒരു അമ്പരപ്പുണ്ടായി. ആര്? എങ്ങനെ? എവിടെ? എന്നീ ചോദ്യങ്ങളൊക്കെ ജ്യോതികയുടെ നോട്ടത്തിലുണ്ടായിരുന്നു. ആംബുലൻസ് മൈതാനത്ത് കൂടി ഓടിക്കൊണ്ടിരുന്നു. നൂറുകണക്കിന് പോത്തുകൾ മൈതാനത്ത് നിരന്നു നിൽപ്പുണ്ടായിരുന്നു. ആംബുലൻസിൻ്റെ ഹോൺ കേട്ടപ്പോൾ പോത്തുകൾ ഭയന്നൊരു വശത്തേക്ക് മാറി. അവയ്ക്കിടയിലൂടെ ആംബുലൻസ് മുമ്പോട്ടോടി. മൈതാനത്തിൻ്റെ അങ്ങേയറ്റത്ത് 4 ആംബുലൻസുകൾ കൂടി കിടക്കുന്നത് ജ്യോതിക കണ്ടു. അവൾ ചോദ്യഭാവത്തിൽ പ്രഭുവിനെ നോക്കി. നിരന്നു കിടക്കുന്ന ആംബുലൻസുകൾക്ക് പിന്നിലേക്ക് കയറ്റി പ്രഭു തൻ്റെ ആംബുലൻസ് നിർത്തി. ഇവിടുന്ന് നമ്മൾ വാഹനം മാറുകയാ, പ്രഭു പറഞ്ഞു. അതാ സേഫ്. പൊക്കം കുറഞ്ഞ കറുത്തു ധരിച്ച ഒരാൾ ആംബുലൻസിന് നേരെ നടന്നു വരുന്നുണ്ടായിരുന്നു. സ്പ്രിംഗ് പോലെ ചുരുണ്ട മുടിയിഴകളുള്ളതായിരുന്നു അയാളുടേത്. അത് അപ്പുകുട്ടി, പൂവാർ ഛത്രം അപ്പുകുട്ടി. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അപ്പുകുട്ടിയും ആംബുലൻസ് ഡ്രൈവറാണ്, പ്രഭു പറഞ്ഞു. പിന്നെ ആംബുലൻസിൻ്റെ ഡോർ തുറന്നു. ഇറങ്ങ്. പ്രഭു പുറത്തേക്ക് ചാടി. പിന്നെ മറുവശത്ത് വന്ന് ജ്യോതികയെ ഇറങ്ങാൻ സഹായിച്ചു. അപ്പുകുട്ടി, പ്രഭു വിളിച്ചുകൊണ്ട് തിരിഞ്ഞു. എല്ലാം പറഞ്ഞതുപോലെ ചെയ്തിട്ടില്ലേ? ഉണ്ട് മച്ചമ്പി, അപ്പുകുട്ടി ചിരിച്ചു. മച്ചമ്പിക്ക് പോകാനുള്ള വണ്ടി ഫുൾ ടാങ്ക് ഡീസൽ പഠിച്ച് മൊബൈൽ ഫ്രീസറും പിടിപ്പിച്ച് ഇതേ കിടക്കുന്നു. അവിടെ കിടന്നിരുന്ന 4 ആംബുലൻസുകളിൽ ഒരെണ്ണം ഫോക്സ് വാഗൻ്റെ വലിയ വണ്ടിയായിരുന്നു. മറ്റു 3 വണ്ടികൾ പ്രഭുവിൻ്റെ ആംബുലൻസ് പോലത്തെ സ്വരാജ് മസ്ത വാനുകൾ. 3 വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ മാറ്റിയിട്ടുണ്ടല്ലോ. ഒവ്. 3ന് മച്ചമ്പിയുടെ വണ്ടിയുടെ അതേ നമ്പറാക്കി. ഫൈൻ, പ്രഭു നോക്കി. 3 സ്വരാജ് മസ്ത ആംബുലൻസുകൾക്കും തൻ്റെ വണ്ടിയുടെ അതേ നമ്പർ. അപ്പുകുട്ടി, പ്രഭു തിരിഞ്ഞ് അപ്പുകുട്ടിയെയും മറ്റു 3 ഡ്രൈവർമാരെയും നോക്കി. എൻ്റേത് ഉൾപ്പെടെ ഒരേ നമ്പറിലുള്ള ഈ 4 ആംബുലൻസുകളും മധുര സിറ്റിയിൽ തന്നെ കാണണം. ക്യാമറ കണ്ണുകൾക്ക് താഴെ. 4 വണ്ടികളും 4 റൂട്ടിൽ. മനസ്സിലായോ? അപ്പുകുട്ടി തലകുലുക്കി. നീ പോയി DYSP കടവുൾ റാവുത്തർ സാറിനൊന്ന് കാണണം. ഞാൻ തിരിച്ചു വരുമ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് അറിയത്തില്ലല്ലോ. കാണാം. അപ്പുകുട്ടി ഒന്ന് നിർത്തി. ഞാനും കൂടി മച്ചമ്പിയുടെ കൂടെ വന്നാലോ? വേണ്ടടാ, നീ ഇവിടെ തന്നെ കാണണം. പ്രഭു അപ്പുകുട്ടിയുടെ ചുമലിൽ കൈവച്ചു. പിന്നെ തിരിഞ്ഞു വാ. തൻ്റെ ആംബുലൻസിന് നേരെയാണ് പ്രഭു നടന്നത്. വണ്ടിയുടെ പിൻഡോർ വലിച്ചു തുറന്നു. സ്ട്രെച്ചറിൽ കുമാരക്കുട്ടിയുടെ മൃതശരീരം അപ്പുകുട്ടി കണ്ടു. അച്ഛാ, ജ്യോതിക അടക്കി പിടിച്ച് ഒന്ന് ഏങ്ങി. അപ്പുകുട്ടിയും മറ്റു 3 പേരും ചേർന്ന് കുമാരൻകുട്ടിയുടെ ശരീരം പുറത്തേക്കെടുത്തു. പ്രഭു ആ മുഖത്തേക്കൊന്ന് നോക്കി. നെഞ്ചിനുള്ളിൽ ഒരു നീറ്റലുണ്ടായി. മോനെ എന്നൊരു വിളി കേട്ടതുപോലെ. റോഡരികിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ചോര വാർന്നു മരിച്ച അച്ഛനെയും അമ്മയെയുമാണ് പ്രഭുവിന് ഓർമ്മ വന്നത്. കുമാരൻകുട്ടിയുടെ ശരീരം ഫോക്സ് വാഗനിലെ മൊബൈൽ ഫ്രീസറിലേക്ക് വെച്ചു. പൂക്കളെവിടെ അപ്പുകുട്ടി? പ്രഭു ചോദിച്ചപ്പോഴേക്കും ഒരു കൂട നിറയെ പൂക്കളുമായി അപ്പുകുട്ടി വരുന്നുണ്ടായിരുന്നു. ബന്ദിയും ജമന്തിയും അരളിയും മുല്ലപ്പൂവും റോസാപ്പൂ ഇതളുകളും. പൂക്കൾ കുമാരൻകുട്ടിയുടെ ശരീരത്തിലേക്കിട്ടു. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ജ്യോതിക ആംബുലൻസിൽ അള്ളിപ്പിടിച്ചു. ജ്യോതിക താഴേക്ക് വീണു പോവെന്ന് തോന്നിയപ്പോൾ പ്രഭു അവളുടെ ചുമലിൽ പിടിച്ചു. വാ. പ്രഭു ജ്യോതികയെ പതിയെ മുമ്പോട്ട് നടത്തി. പിന്നെ ആംബുലൻസിലേക്ക് കയറ്റിയിരുത്തി. അപ്പുകുട്ടിയും കൂട്ടരും ചേർന്ന് ആംബുലൻസിൻ്റെ പിൻഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. പോട്ടെ. പ്രഭു അവരെ നോക്കിയിട്ട് ആംബുലൻസിലേക്ക് കയറി. മച്ചമ്പി, സൂക്ഷിച്ച്. അപ്പുകുട്ടി ഓടി ആംബുലൻസിനടുത്ത് വന്നു. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. അവന്മാർ ടവർ ലൊക്കേറ്റ് ചെയ്യാതിരിക്കാനാ, പ്രഭു തല പുറത്തേക്കിട്ട് പറഞ്ഞു. പിന്നെ ആംബുലൻസിൻ്റെ വേഗം കൂട്ടി. പോക്കറ്റിൽ നിന്ന് പ്രഭു മൊബൈൽ ഫോൺ എടുത്തു. പിന്നെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഞാൻ കേരളം വരെ പോകുന്നു. നാളെ വരൂ. പ്രശ്നമൊന്നുമില്ല. നല്ല മിടുക്കിയായിരിക്കണം. ടേക്ക് കെയർ. മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് പ്രഭു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ടു. കുനിഞ്ഞിരുന്നു കരയുകയായിരുന്നു ജ്യോതിക. ജ്യോതികയെ, പ്രഭു വിളിച്ചു. നിന്റെ സങ്കടത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവും. ഒരൊറ്റ ദിവസം കൊണ്ട് അച്ഛനെയും അമ്മയെയും ഒന്നിച്ച് നഷ്ടപ്പെട്ടവനാ ഞാൻ. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ റോഡരികിൽ കിടന്നു. നിന്റെ അച്ഛനെ പോലെ ചോര വാർന്നു മരിക്കുകയായിരുന്നു അവർ. ജ്യോതിക ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അവർ പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജീവനോടെയുണ്ട്. പ്രഭുവിൻ്റെ സ്വരം പതിഞ്ഞു. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും നിന്നെയും നിന്റെ അച്ഛൻ്റെ ശരീരവും ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് ഞാൻ ഉറച്ചതും. ജ്യോതികയുടെ കണ്ണുകൾ വീണ്ടും തുളുമ്പി. പൂവാർ ഛത്ര റോഡിലൂടെ ഇടിമിന്നൽ പോലെ ആംബുലൻസ് പാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ബംഗ്ലാവിന് മുന്നിലെ വിശാലമായ മുറ്റത്തായിരുന്നു കോവിൽ രാജ. അയാളുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ തല താഴ്ത്തി നിൽപ്പുണ്ടായിരുന്നു 20 അംഗ ഗുണ്ടാ സംഘം. SP മീന ഭാസ്കർ ഉണ്ടായിരുന്നു അവിടെ. വൈരപ്പൊടി വീണതുപോലെ കോവിൽ രാജയുടെ മിഴികൾ മിന്നിക്കൊണ്ടിരുന്നു. സിറ്റിയിലെ 4 സിഗ്നൽ പോയിന്റിലാണ് ഒരേ സമയം പ്രഭുവിൻ്റെ ആംബുലൻസ് കണ്ടത്.
എന്നാ മീന ഇത് മാജിക്കാ? കോവിൽരാജ് തിരിഞ്ഞ് മീനാ ഭാസ്കറിനോട് ചോദിച്ചു. അവൻ തലകൊണ്ട് കളിച്ചു. മീനയുടെ കണ്ണുകൾ കൂർത്തു. വേറെ ഏതോ വണ്ടിയിൽ അവൻ ബോർഡ് കടന്നു. അവൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ച വണ്ടികൾ സിറ്റിയിൽ കിടന്ന് നമ്മളെ കൊഞ്ഞനം കുത്തുന്നു. നമ്മുടെ വണ്ടികൾ പോയിട്ടില്ലേ കേരളത്തിലേക്ക്? കോവിൽരാജ മറുപടി പറയാൻ ആനതും ഗേറ്റ് കടന്ന് ഒരു ടവേര വാൻ പാഞ്ഞു വന്നു നിന്നു. ഡോർ വലിച്ചു തുറന്ന് യാസിർ ഇറങ്ങി. അയ്യാ! യാസിർ ധൃതിയിൽ കോവിൽരാജയുടെ നേരെ വന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ സൊല്ല്. ശാന്തമായിരുന്നു കോവിൽരാജയുടെ മിഴികൾ. മീനാ ഭാസ്കറെ നോക്കിയിട്ടാണ് യാസിർ ബാക്കി പറഞ്ഞത്. മാഡം പ്രഭുവിനെക്കുറിച്ച് പറഞ്ഞ വിവരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയിരുന്നു. എന്നത്? കോവിൽരാജയുടെ മിഴികൾ ജാഗരൂകമായി. പ്രഭുവിനൊരു കാമുകിയുണ്ട്. 4 വർഷമായി അവൻ ജീവൻ്റെ ജീവനായി കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണ്. അപ്പടിയാ? കോവിൽരാജയുടെ കണ്ണുകൾ തിളങ്ങി. സുന്ദരിയാ? അയ്യപ്പാര്? യാസിർ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു പെൺകുട്ടിയുടെ പടം കാണിച്ചു. സൂപ്പർഡാ! കോവിൽരാജ് ചിരിച്ചു. പേര് ഡീറ്റെയിൽസ് അല്ലേ? പേര് ഇന്ദുബാല. മലയാളികളാ. പഠിത്തം കഴിഞ്ഞ് ഇവിടെ തിരുമംഗലത്ത് തന്നെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കമ്പനിയിൽ എന്തോ ചെറിയ ജോലിയാ ആ പെണ്ണിന്. വലുതുകാലിന് പൂർണ്ണ സ്വാധീനമില്ലാത്തൊരു മുടന്തി. കോവിൽരാജയുടെ മിഴികൾ ഒന്നുകൂടി തിളങ്ങി. ബന്ധുക്കൾ? ഇന്ദുബാലയ്ക്ക് അപ്പനും അമ്മയൊന്നുമില്ല. ഉള്ളത് ഒരു അമ്മായി തള്ളയാ. പിന്നെ അവർക്കൊരു മകനുണ്ട്, ഹർഷൻ. ഭൂലോകപ്പിറപ്പ. നാമക്കല്ലിൽ മുട്ടലോറി ഓടിക്കുക. പോതുണ്ടാ? പോതും. കോവിൽരാജ് ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി. ചിരി മിനിറ്റുകളോളം നീണ്ടു. ചിരിച്ച് ചിരിച്ച് കോവിൽരാജയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അടുത്ത നിമിഷം ടപ്പാങ്കുത്ത് താളത്തിൽ കോവിൽരാജ 1-2 ചുവടുകൾ കൂടി വെച്ചു. അമ്പരന്ന് നിൽക്കുകയായിരുന്നു മറ്റുള്ളവർ. അയ്യാ! കോവിൽരാജ താളം ചവിട്ടുന്നത് നിർത്തിയതും മീനാ ഭാസ്കർ വിളിച്ചു. വ്യഭിചാരക്കുറ്റം ചുമത്തി ആ ചട്ടുകാലിയെ പിടിച്ച് അകത്തിരട്ടെ. പ്രഭു താനെ തിരിച്ചു വരും. എതുക്ക് മീന? കോവിൽരാജ വീണ്ടും ചിരിച്ചു. അതൊക്കെ ഓൾഡ് നമ്പർ. പുതുസെന്നതെന്ന് പാത്ത് പഠിക്കേ. അടുത്ത നിമിഷം കോവിൽരാജയുടെ കണ്ണുകൾക്ക് സൂചിമുനയുടെ തിളക്കം വന്നു. 15 മിനിറ്റിന് ശേഷം യാസിറിൻ്റെ നേതൃത്വത്തിൽ 2 വാഹനങ്ങൾ പ്രഭുവിൻ്റെ പെണ്ണായ ഇന്ദുബാലയുടെ വീടിന് മുമ്പിൽ വന്നു നിന്നു. നിലവിളക്കുമായി പുറത്തേക്ക് വന്ന ഇന്ദുബാലയാണ് മുറ്റത്തേക്ക് കയറി വന്ന വാഹനങ്ങൾ ആദ്യം കണ്ടത്. 3 ടൊയോട്ടോ ക്വാളിസ് വാനുകൾ. മുമ്പിലത്തെ വണ്ടിയിൽ നിന്ന് യാസിർ ഇറങ്ങി. അപ്പച്ചി! ഇന്ദുബാല അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇന്ദുബാലയെ യാസിറിന് മനസ്സിലായി. മുടന്തുള്ള വലുത് കാലിനു നേരെയായിരുന്നു പിന്നത്തെ നോട്ടം. കഥയിലും കളിയിലും ഒന്നും അറിയാതെ വന്നു പെട്ടുപോയ ഇര. യാസിറിൻ്റെ ചുണ്ടിൻ്റെ കോണിലൊരു ചിരിയുണ്ടായി. അപരിചിതരെ കണ്ട അമ്പരപ്പായിരുന്നു ഇന്ദുബാലയുടെ മുഖത്ത്. അപ്പച്ചി! ഇന്ദുബാല ഒന്നുകൂടി വിളിച്ചു. പിന്നെ അകത്തേക്ക് പോയി. വരുന്നു പെണ്ണേ. അകത്തു നിന്നൊരു സ്ത്രീയുടെ ശബ്ദം യാസിർ കേട്ടു. അത് ഇന്ദുബാലയുടെ അപ്പച്ചി നളിനിയാണെന്ന് യാസിറിന് മനസ്സിലായി. അകത്തേക്ക് നടന്നുപോയ ഇന്ദുബാലയുടെ ശരീരത്തിലൂടെ യാസിറിൻ്റെ കണ്ണുകൾ ഒന്ന് സ്ക്രീൻ ചെയ്തു പോയി. വലതുകാലിന് മുടന്തുണ്ടെന്നേയുള്ളൂ. അഴകളവുകളെല്ലാം തികഞ്ഞ പെണ്ണ്. ജ്യോതികയുടെ അത്രയും ജ്വലിക്കുന്ന സൗന്ദര്യമില്ല. എങ്കിലും ദേവത തന്നെ. ഇവളെ വെച്ച് എന്താവും കോവിൽരാജ അയ്യ ചെയ്യാൻ പോകുന്നത്? യാസിറിൻ്റെ അടുത്ത ചിന്ത അതായി. ഇന്ദുബാലയെ കസ്റ്റഡിയിൽ വെച്ച് പ്രഭുവിനെ കൊണ്ട് തന്നെ ജ്യോതികയെ തിരിച്ചു കൊണ്ടുവരാനാണ് യാസിറിന് തോന്നി. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമെടുപ്പിക്കുന്ന വിദ്യ. രക്ഷക്കായി പൊതിഞ്ഞു പിടിച്ച കൈകൾ കൊണ്ട് തന്നെ തല എടുപ്പിക്കുന്ന തന്ത്രം. ആരാ? നളിനിയുടെ ചോദ്യം കേട്ടാണ് യാസിർ നോട്ടം മാറ്റിയത്. ഞാൻ യാസിർ. മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് യാസിർ വരാന്തയിലേക്ക് കയറി. കോവിൽരാജ അയ്യാവിടെ പേഴ്സണൽ മാനേജർ. കോവിൽരാജ് എന്ന പേര് യാസിർ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. അയ്യോ സാറേ! നളിനി തൊഴുതു. ഇരിക്കു സാറേ. ഞാൻ ചെന്ന് പെണ്ണോട് ഒരു കാപ്പിയിടാൻ പറയാം. ഒന്നും വേണ്ട. യാസിർ ചിരിയോടെ കൈ ഉയർത്തി. ഹർഷനില്ലേ ഇവിടെ? ഉണ്ട് സാറേ, കുളിക്കുക. സാറിന് ഹർഷൻ അറിയാമോ? അറിയാം. ഹർഷനെ കൊണ്ട് കോവിൽരാജ അയ്യാവുക്ക് ഒരു സഹായം വേണം. യോ എനിക്ക് വയ്യ. ഹർഷാ! നളിനി സന്തോഷത്തോടെ തിരിഞ്ഞു. നിന്നെ. യാസിർ കൈ നീട്ടി തടഞ്ഞു. എന്താ സാറേ? വന്നത് കോവിൽരാജ അയ്യാവുടെ ആൾക്കാരാണ്. ആ പെണ്ണ് അറിയരുത്. എന്താ സാറേ? നളിനി അമ്പരന്നു. കാര്യമുണ്ട്. അറിയേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വേണ്ട. വേണ്ട സാറേ. നളിനി തല കുലുക്കിയിട്ട് അകത്തേക്ക് പോയി. 2 മിനിറ്റ് തികച്ചെടുത്തില്ല. വീടിന് അകത്തുനിന്ന് ഹർഷൻ ഓടിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. സാറേ! ഹർഷൻ യാസിറിൻ്റെ മുമ്പിലെത്തി പരമാവധി കുനിഞ്ഞു തൊഴുതു. പണ്ട് പലതവണ കോവിൽരാജ സിൻഡിക്കേറ്റിൽ പണി തേടി പോയതാണ്. ഇപ്പോഴിതാ ഭാഗ്യം ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇത്രയും കുനിയേണ്ട ഹർഷ. യാസിർ ചിരിയോടെ ഹർഷൻ്റെ ചുമലിൽ പിടിച്ചു. നട്ടലിൻ്റെ സെൻറ്റർ ബോൾട്ട് പോവും. നീ വന്നേ. ഹർഷൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് യാസിർ മുറ്റത്തേക്ക് ഇറങ്ങി. ഏതാടാ പെണ്ണ്? ഏതാ സാറേ? ഇവിടെ 2 പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. ഒന്ന് നിൻ്റെ അമ്മയല്ലേ? ഓ മറ്റേത് അത് ഇന്ദുവാ സാറേ. ബന്ധം പറയടാ പന്നി. യാസിറിന് ദേഷ്യം വന്നു. നിൻ്റെ ആരാ? പെങ്ങളോ മകളോ? മുറപ്പെണ്ണോ? മുറപ്പെണ്ണ സാറേ. പഠിക്കുവാണോ അവള്? അല്ല, ജോലിയാ. തിരുമുരുകൻ പ്ലാസ്റ്റിക് കമ്പനിയിൽ. ഇവളെയാണോ ആ പ്രഭുരാമൻ കല്യാണം ഉറപ്പിച്ചു വച്ചേക്കുന്നത്? ഉറപ്പിച്ചിട്ടൊന്നുമില്ല സാറേ. കോളേജിൽ അവൻ്റെ ജൂനിയറായിരുന്നു ഇവൾ. പ്രേമമാണെന്ന് കേട്ടു. ഇന്ദുബാലയുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതാ. കടം കയറി. വേറെ ആരുമില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തിയതാ എന്നതാ സാറേ. ഹർഷന് പരിഭ്രമമായി. അവളെന്തെങ്കിലും കുഴപ്പം? നീ പച്ചക്കുതിര എന്ന് കേട്ടിട്ടുണ്ടോടാ ഹർഷ? യാസിർ ചിരിച്ചു. ഐശ്വര്യം കൊണ്ടുവരുന്ന പച്ചക്കുതിര. ഒവ്.
ആ, നിന്റെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന പച്ചക്കുതിര അതാ അവള്. സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹർഷൻ കണ്ണും വെച്ചു. പറയാമെടാ, യാസിർ വീണ്ടും ചിരിച്ചു. നീ ഇപ്പം ഓടിക്കുന്നത് സ്വന്തം ലോറിയാണോ? അല്ല, വാടക ലോറിയാ. നിനക്ക് ഞങ്ങൾ എന്ന് വെച്ചാൽ കോവിൽ രാജ അയ്യ ഒരു പുതുപുത്തൻ ലൈലാൻഡ് ലോറി മേടിച്ചു തന്നാൽ സന്തോഷം കൊണ്ട് വേണ്ടി വന്നാൽ ഞാൻ ആ ലോറിക്ക് തലവെച്ച് ചാവും. നീ ചാവണ്ടടാ, യാസിർ ഉറക്കെ ചിരിച്ചു. നിനക്കും നിന്റെ തള്ളയ്ക്ക് സുഖമായി ജീവിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. വാ, വണ്ടിക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഹർഷനെ യാസിർ ക്വാളിസിനകത്തേക്ക് കയറ്റിയിരുത്തി. 10 മിനിറ്റ് കഴിഞ്ഞ് അടുക്കളയിൽ നിൽക്കുകയായിരുന്ന നളിനിയുടെ അടുത്തേക്ക് ഇന്ദുബാല വന്നു. ആരാണ് അപ്പച്ചി വന്നത്? ആ ഹർഷൻ്റെ സുഹൃത്തുക്കളാ. നളിനി ഒഴുക്കമട്ടിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഇന്ദുബാല പിന്നെ ഒന്നും ചോദിച്ചുമില്ല. വാഹനങ്ങൾ സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു. അടുത്ത നിമിഷം ഇരമ്പൽ അകന്നു പോകുന്നു. അമ്മേ, ഹർഷൻ ധൃതിയിലകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അമ്മേ, അവൻ അടുക്കളയിലേക്ക് തലനീട്ടി. ഇങ്ങോട്ട് വന്നേ. എന്നതാടാ? ഇങ്ങോട്ട് വാതല്ലേ. എന്തെങ്കിലും പറയാൻ വിളിക്കുമ്പോൾ നിങ്ങൾ കിടന്ന് താളം ചവിട്ടാതെ. എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് നളിനിക്ക് മനസ്സിലായി. അവർ കയ്യിലിരുന്ന പാത്രം താഴെ വെച്ചിട്ട് ഇന്ദുബാലയെ നോക്കി. പെണ്ണേ, അരി തളച്ച് തൂവരുത്. നളിനി ഹർഷൻ്റെ പിന്നാലെ വരാന്തയിലേക്ക് പോയി. ഇന്ദുബാല മുറിയിലേക്ക് ചെന്ന് ഫോൺ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. പിന്നെ പ്രഭുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഇന്ദുബാലയുടെ ചുണ്ടിൽ കൽക്കണ്ട നുണയും പോലെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് മറുവശത്ത് നിന്ന് കിട്ടിയത്. ഇന്ദുബാല ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്തു തുടങ്ങി. ഏട്ടാ, കഴിക്കണം. ഒരുപാട് സ്പീഡിൽ പോവല്ലേ. ആ കുട്ടിയെ നന്നായി നോക്കണം. പറ്റുമെങ്കിലൊന്ന് വിളിക്കണേ. ഇങ്ങനെ 5 മെസ്സേജുകൾ. ഈ സമയം പ്രഭുവിൻ്റെ ആംബുലൻസ് ചെങ്കോട്ട കഴിഞ്ഞിരുന്നു. പ്രഭു വാച്ചിൽ നോക്കി. രാത്രി 8:30. ഇടയ്ക്കിടെ കണ്ണീരൊഴുകുന്ന ഒരു പ്രതിമ പോലെ ജ്യോതിക ഇരിപ്പുണ്ട്. രാത്രി ആയതിനാൽ കോവിൽ രാജയുടെ ആളുകൾക്ക് തന്നെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ലെന്ന് പ്രഭുവിന് ഉറപ്പായിരുന്നു. പോരെങ്കിൽ വാഹനവും മാറി. ദൂരെ ഒരു കടയുടെ വെളിച്ചം കണ്ടു. കടയുടെ കുറച്ച് മുമ്പിലേക്ക് മാറി പ്രഭു ആംബുലൻസ് നിർത്തി. ജ്യോതികേ, പ്രഭു പതിയെ വിളിച്ചു. തുളുമ്പിയ മിഴികൾ തിരിച്ച് ജ്യോതിക പ്രഭുവിനെ നോക്കി. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കട്ടെ? വേണ്ട, അവൾ തല വെട്ടിച്ചു. അതെന്താ? എനിക്ക് വേണ്ട. എൻ്റെ അച്ഛനിങ്ങനെ കിടക്കുമ്പം നീ പട്ടിണി ഇരുന്നാൽ ഏറ്റവും കൂടുതൽ നോവുന്നതും അതേ അച്ഛന് തന്നെയാ. പറഞ്ഞിട്ട് പ്രഭു ആംബുലൻസിൽ നിന്ന് ഇറങ്ങിപ്പോയി. 5 മിനിറ്റിനകം പ്രഭു തിരിച്ചു വന്നു. കയ്യിൽ ഒരു വാഴയില പൊതിയും ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കാപ്പിയും ഉണ്ടായിരുന്നു. ദോശയാ? എനിക്ക് വേണ്ട പ്ലീസ്, അവൾ യാചിച്ചു. കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഈ കാപ്പിയെങ്കിലും കുടിക്കേ. പ്രഭു ഗ്ലാസ് നീട്ടി. ജ്യോതികയ്ക്ക് അത് നിഷേധിക്കാൻ ആവുമായിരുന്നില്ല. പക്ഷേ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചപ്പോഴേക്കും അവൾ വിതുമ്പിപ്പോയി. കണ്ണിൽ നിന്ന് എത്തിയ നീർത്തുള്ളികൾ ഗ്ലാസ്സിലേക്ക് വീണു. ജ്യോതികേ, പ്രഭു പതിയെ വിളിച്ചു. ജീവിതത്തിൽ ഒരൊറ്റ സത്യമേ ഉള്ളൂ, അത് മരണമാ. അതിനെ അംഗീകരിച്ചേ പറ്റൂ, ഉൾക്കൊണ്ടേ പറ്റൂ. അവനൊന്ന് നിർത്തി. നിന്നെപ്പോലൊരു ചെറിയ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതല്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ ജീവിതം അങ്ങനെ. അനുഭവങ്ങളാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് കേട്ടിട്ടില്ലേ? ആ പരീക്ഷ, പിന്നെ പഠിത്തം, അതാ ജീവിതത്തിൻ്റെ രീതി. പോക്കറ്റിൽ നിന്നും പ്രഭു ഫോൺ എടുത്തു. ഫോൺ ഓൺ ചെയ്യുന്നതിനിടെ അവൻ വീണ്ടും അവളെ നോക്കി. കാപ്പി കുടിക്കേ. ഒരു റക്ക് ചൂടുകാപ്പി അവൾ കുടിച്ചു. അച്ഛൻ്റെ ജീവനില്ലാത്ത ശരീരവുമായി നീ വീട്ടിലേക്ക് ചെല്ലുന്നത്? ജ്യോതിക ഒന്ന് ഞെട്ടി. പക്ഷേ അമ്മയ്ക്കും അനിയത്തിക്കും ധൈര്യം കൊടുക്കേണ്ടതും നീയാ. മനസ്സ് തളരുമ്പോൾ മുമ്പോട്ടുള്ള വഴികളിൽ മുഴുവൻ ഇരുൾ വന്നു വീഴുമ്പോൾ നീ ഓർക്കേണ്ടത് 3 പേരെയാ ജ്യോതികെ. 1, നമ്മളെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടവർ. 2, പ്രതിസന്ധിയിൽ നമ്മളെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു കടന്നുപോയവർ. 3, പ്രതിസന്ധിയിൽ നമ്മളെ കൈപ്പിടിച്ചുയർത്തിയവർ. ഇവരെ ഓർത്താൽ മതി ചോരയോട്ടത്തിൻ്റെ വേഗം കൂടാൻ, ചോരയിൽ തീ ആളിപ്പടരാൻ. അവൻ്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കിയിരിക്കുകയായിരുന്നു ജ്യോതിക. എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കാമോ? നമ്പർ പറയേ. അവൾ നമ്പർ പറഞ്ഞു കൊടുത്തു. ഡയൽ ചെയ്തിട്ട് ഫോൺ കാതോട് ചേർത്തിട്ട് പ്രഭു ജ്യോതികയെ നോക്കി. സ്വിച്ച് ഓഫാ. അവളുടെ നെഞ്ചിലൊരു മിന്നലുണ്ടായി. ഇങ്ങനെ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുമോ? ഇടയ്ക്കെപ്പോഴെങ്കിലും ഫോൺ ഓൺ ചെയ്ത് അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടാവും എന്ന് ജ്യോതികയ്ക്ക് തോന്നി. ഫോണിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി മെസ്സേജുകൾ വന്നു വീഴുന്ന ശബ്ദം പ്രഭു കേട്ടു. നോക്കിയപ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി പ്രഭുവിൻ്റെ മുഖത്തുണ്ടായി. ഇന്ദുബാലയാണ്. ഇന്ദുബാലയുടെ നമ്പർ പ്രഭു ഡയൽ ചെയ്തു. ഒറ്റ ബെല്ലേ മുഴങ്ങിയുള്ളൂ. കാത്തിരുന്നതുപോലെ മറുവശത്ത് ഫോൺ എടുത്തു. ഏട്ടാ, ഇന്ദുബാലയുടെ വിളി വെച്ച് കേട്ടു. എവിടെ എത്തിയേട്ടാ? ചെങ്കോട്ട കഴിഞ്ഞടി. അരമണിക്കൂറിനകം ബോർഡർ കടക്കും. കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ ഏട്ടാ? ഇന്ദുബാലയുടെ ചോദ്യത്തിൽ ഉത്കണ്ഠ നിറഞ്ഞിരുന്നു. കോവിൽ രാജയെക്കുറിച്ചും ജ്യോതികയുടെ അവസ്ഥയെക്കുറിച്ചും പുറപ്പെടും മുമ്പ് പ്രഭു ഇന്ദുബാലയോട് പറഞ്ഞിരുന്നു. ഇല്ല, നീ കഴിച്ചോടി. ഇല്ല ഏട്ടാ. ഏട്ടാ പിന്നെ? ഇന്ദുബാല എന്തോ പറയാനൊന്നും നിർത്തി. എന്താടി? അത് ആ കുട്ടിക്കൊന്ന് ഫോൺ കൊടുക്കാമോ? ഒന്ന് സംസാരിക്കാൻ. പാവം, ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുമല്ലേ? പ്രഭു തലതിരിച്ച് ജ്യോതികയെ നോക്കി. പിന്നെ ഫോൺ നീട്ടി. ഇന്ദുബാല, എൻ്റെ പെണ്ണ ജ്യോതികയോട് സംസാരിക്കണമെന്ന്. അവൾ പതിയെ കൈനീട്ടി ഫോൺ വാങ്ങി. ഹലോ ജ്യോതി. മറുവശത്ത് നിന്ന് ഇന്ദുബാലയുടെ വിളി കേട്ടു. ഓ, ഏട്ടൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, പേടിക്കേണ്ട. എൻ്റെ ഏട്ടൻ ജ്യോതിയെ ഒരു കുഴപ്പവും കൂടാതെ വീട്ടിലെത്തിക്കും കേട്ടോ.
ആ, ജ്യോതികയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലെ സങ്കടം കുറച്ചു തരണേ എന്ന്. ആ സ്നേഹം ജ്യോതികയുടെ മനസ്സിൽ കൊണ്ടു. ജ്യോതിക വിതുമ്പിപ്പോയി. പ്രഭു കൈനീട്ടി ഫോൺ വാങ്ങി. ഞങ്ങൾ ഇവിടുന്ന് നീങ്ങുക. ഫോൺ ഞാൻ ഓഫ് ചെയ്യുക കേട്ടോ, അവൻ ഇന്ദുബാലയോട് പറഞ്ഞു. 2 വാഹനങ്ങൾ പിന്നിൽ വന്നു നിൽക്കുന്നത് പ്രഭു റിയർ വ്യൂ മിററിലൂടെ കണ്ടു. അവൻ കൈനീട്ടി സ്വിച്ച് കീ തിരിച്ചു. നീ കഴിക്കണം കേട്ടോ, നാളെ കമ്പനിയിൽ പോകണ്ടേ? വേണം. എന്നാൽ വച്ചോടി, ഏട്ടൻ നാളെ വിളിക്കാം. ഏട്ടാ, ആ കുട്ടിക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണേ. അത് കഴിക്കത്തില്ലായിരിക്കാം, നിർബന്ധിച്ച് കഴിപ്പിക്കണം. പിന്നെ അവിടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതും ചെയ്തിട്ട് ഏട്ടൻ വന്നാൽ മതി. ശരി, വയ്ക്കുക. അങ്ങനെ പറഞ്ഞെങ്കിലും ഫോൺ കാതോട് ചേർത്തു. പ്രഭു ഒരു നിമിഷം കൂടി ഇരുന്നു. ഇന്ദുബാലയുടെ ശ്വാസഗതി നേർത്ത ശബ്ദത്തിൽ മറുവശത്ത് നിന്ന് കേൾക്കാം. എടി, വയ്ക്കുവാന്ന്. ശരി. പ്രഭു കാൾ കട്ട് ചെയ്തു. പിന്നെ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ടുകൊണ്ട് ജ്യോതികയെ നോക്കി. എന്നെപ്പോലെ തന്നെ അവൾക്കും അച്ഛനും അമ്മയും ഒന്നുമില്ല. അടുത്ത മാസം കല്യാണം കഴിച്ച് ഒപ്പം കൊണ്ടുവന്ന് നിർത്തണം. ഇപ്പം നിൽക്കുന്നത് ഒരു ബന്ധുവീട്ടിലാണ്. ആ സ്ഥലം അത്ര കൊള്ളാവുന്നതല്ല. ആംബുലൻസ് വേഗമെടുത്ത് തുടങ്ങിയിരുന്നു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന ലോറികൾ എതിരെ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പ്രഭു ഫോൺ വച്ചിട്ടും ഫോൺ കയ്യിൽ പിടിച്ച് അതേ നിൽപ്പായിരുന്നു ഇന്ദുബാല. മുറ്റത്തേക്ക് ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ഒരു സുമോവാനാണ്. അതിനു പിന്നിലെ ഒരു ലോറി. ലോറിയിൽ നിന്ന് 4-5 തമിഴന്മാർ ഇറങ്ങുന്നത് ഇന്ദുബാല കണ്ടു. അവൾക്കൊന്നും മനസ്സിലായില്ല. പെണ്ണേ, വാതിൽക്ക നിന്ന് നളിനിയുടെ വിളി കേട്ടു. നീ ആ ഫോണും പിടിച്ചോണ്ട് നിന്ന് സ്വപ്നം കാണാതെ പോയി ഒരു സാരി എടുത്തോണ്ട് വന്നേ. എന്തിനാ അപ്പച്ചി? ഇന്ദുബാല അമ്പരന്നു. ഒരിടം വരെ പോവാനാ. ഈ രാത്രിയിലോ? എവിടേക്ക്? ഒരു നല്ല കാര്യത്തിനാ. നിന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുമോ? നളിനി തിരിഞ്ഞു. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ തിരിച്ചു വന്ന് ഇന്ദുബാലയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. എനിക്കേ 1-2 പേരെ വിളിക്കാനുണ്ട്. ഫോണുമായി നളിനി തിരിച്ചുപോയി. അമ്പരന്ന് നിൽക്കുകയായിരുന്നു ഇന്ദുബാല. ഹർഷന്റെ നേതൃത്വത്തിൽ വന്ന തമിഴന്മാർ വീട്ടു സാധനങ്ങൾ ലോറിയിൽ കയറ്റാൻ തുടങ്ങിയിരുന്നു. വെളുപ്പാങ്കാലം പ്രഭുവിൻ്റെ ആംബുലൻസ് കോലത്തുകടവിലേക്ക് വന്നു നിന്നു. കായലിന് മീതെ സൂര്യരശ്മികൾ വീണു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഭു തലതിരിച്ച് ജ്യോതികയെ നോക്കി. ഉറക്കത്തിലാണ്. രാത്രിയിൽ എപ്പോഴോ ഉറങ്ങിയതാണ്. ഇടയ്ക്ക് പലയിടത്തും നിർത്തി വഴി ചോദിച്ചിട്ടും പ്രഭു ജ്യോതികയെ ഉണർത്താൻ പോയില്ല. പ്രഭു പതിയെ ആംബുലൻസിൽ നിന്നിറങ്ങി. ഒരു ടിപ്പർ ലോറി കുറച്ചു മാറി തിരിക്കുന്നത് പ്രഭു കണ്ടു. വണ്ടിയുടെ അടുത്തേക്ക് പ്രഭു ചെന്നു. ഈ കുമാരൻകുട്ടിയുടെ വീട് എവിടുന്നാ? വിവരം പറഞ്ഞിട്ട് വന്നതാണോ? ലോറി ഡ്രൈവർ പ്രഭുവിനെ നോക്കി. വിവരമോ? പ്രഭു അമ്പരപ്പോടെ അയാളെ നോക്കി. ആ, കുമാരൻകുട്ടിയുടെ ഭാര്യയും ഇളയ പെങ്കൊച്ചും തൂങ്ങിച്ചത്തില്ലേ? പ്രഭു നടുങ്ങിപ്പോയി. എന്താ? ആ, ഡ്രൈവർ തല അല്പം കൂടി പുറത്തേക്ക് നീട്ടി. ഈ കുമാരൻകുട്ടി മൂത്ത മോളെയും കൊണ്ട് മിനിഞ്ഞാന്ന് തമിഴ്നാട്ടിൽ പോയിരുന്നു. അവിടുന്ന് കാശും കൊണ്ടുവന്ന് ഇവിടുത്തെ കടം വീട്ടാനായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ തൊട്ട് കുമാരൻകുട്ടിയുടെ വിവരമില്ല. കുമാരൻകുട്ടി മുങ്ങിയതാന്ന് പറഞ്ഞ് ബ്ലേഡുകാരൻ നടേശൻ വലിയ ബഹളമായിരുന്നു. ഇളയ പെങ്കൊച്ചിൻ്റെ സ്കൂളിൽ ചെന്നും നാണം കെടുത്തി. കൊച്ചു കരഞ്ഞു വിളിച്ച് വീട്ടിൽ വന്നു. 4 മണിയോടെ അമ്മയും മോളും കയറി അങ്ങ് തൂങ്ങി. പാവത്തങ്ങൾ ധരിച്ചു നിൽക്കുകയായിരുന്നു പ്രഭു. വള്ളക്കാർ കണ്ട് അറുത്തിട്ടതാ. പക്ഷേ അപ്പോഴേക്കും ജീവൻ പോയി. പ്രഭു പതിയെ തലത്തിരിച്ച് ആംബുലൻസിന് നേരെ നോക്കി. കണ്ണടച്ചുറങ്ങുകയാണ് ജ്യോതിക. അച്ഛൻ്റെ മൃതശരീരവും കൊണ്ടുവന്നപ്പോൾ കാത്തിരിക്കുന്നത് അമ്മയുടെയും അനിയത്തിയുടെയും ജീവനറ്റ ശരീരങ്ങൾ. തൻ്റെ കണ്ണുകൾ നീറുന്നുണ്ടെന്ന് പ്രഭുവിന് തോന്നി. തിരുമംഗലം കോവിൽ രാജ ബംഗ്ലാവ്. രാവിലെ 7:30. ട്രെഡ്മില്ലിൽ നർത്തത്തിലായിരുന്നു കോവിൽ രാജ. നർത്തം കഴിഞ്ഞതിന് ശേഷം ശരീരം തുടയ്ക്കാനുള്ള ടവലും കുടിക്കാനുള്ള വെജിറ്റബിൾ ജ്യൂസുമായി 2 പരിചാരകർ മാറി നിൽപ്പുണ്ട്. ഒരു വലിയ ഹാളാണ് കോവിൽ രാജയുടെ പേഴ്സണൽ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പ്. വ്യായാമത്തിനുള്ള എല്ലാ ആധുനിക ഉപകരണങ്ങളും വർക്കൗട്ട് മെഷീനുകളും ഉണ്ട്. ജിംനേഷ്യത്തിൻ്റെ ഗ്ലാസ് ഡോർ തുറന്ന് യാസിർ അകത്തേക്ക് വന്നു. അയ്യാ. നടക്കുന്നതിനിടെ തലത്തിരിച്ച് കോവിൽ രാജ യാസിറിനൊന്ന് നോക്കി. എന്നടാ ഇത്? എപ്പോവുമേ പിച്ചക്കാരൻ മാതിരി. അയ്യാ, കുയ്യ, അമ്മ, മാറ്റർ സൊല്ല്. കേരളത്തിൽ നിന്നൊരു വിവരം കിട്ടി. എന്നത്? പ്രഭു ജ്യോതികമായി സേഫായി അങ്ങെത്തി. അത് തന്നെ? തലത്തിരിക്കാതെയാണ് കോവിൽ രാജ ചോദിച്ചത്. അതൊന്ന്. വേറൊന്ന്? കോവിൽ രാജ പതിയെ തലത്തിരിച്ച് യാസിറിനെ നോക്കി. കുമാരൻകുട്ടിയുടെ ഭാര്യയും ഇളയ മകളും തൂങ്ങിച്ചത്തെന്ന്. കോവിൽ രാജയുടെ മിഴികളൊന്നും വെട്ടി. കൈയെടുത്ത് ട്രേഡ്മിൽ കോവിൽ രാജ ഓഫ് ചെയ്തു. വേഗം കുറഞ്ഞ് ട്രേഡ്മിൽ നിന്നു. ഇൻഫർമേഷൻ കറക്റ്റ് താനേ? കോവിൽ രാജ ചോദിച്ചു. കറക്റ്റാണയ്യാ. യാസിർ ഒരു ചൂട് കൂടി വെച്ചു. നമ്മുടെ ഒരു വണ്ടിയും കുട്ടനാട്ടിലുണ്ട്. ഭൂമിനാഥനും മണിയുമാ പോയേക്കുന്നത്. നമ്മുടെ മദ്രാസ് മണി. കോവിൽ രാജ ഒന്ന് തലകുലുക്കി. എന്നടാ യാസിർ ഇത്? കോവിൽ രാജ അത്ഭുതം കൊണ്ട് കണ്ണു വീഴ്ച്ചു. പിന്നെ ഉറക്കം ചിരിച്ചു. കടവുൾക്ക് എന്നോട് ഇവളോ പാസമാ. കോവിൽ രാജ കസേരയിലേക്കിരുന്നു. പഞ്ഞിപ്പോയ മൃദുവായ ടവൽ കൊണ്ട് പരിചാരകരിൽ ഒരാൾ വിയർപ്പ് ഒപ്പിത്തിറങ്ങി. രണ്ടാമത്തെ അയാൾ വലിയ ഗ്ലാസ് ടംബ്ലറിലേക്ക് ജ്യൂസ് പകർന്നു നൽകി. എല്ലാമേ കറക്റ്റാ. കോവിൽ രാജ മിഴികളുയർത്തി പരിചാരകനെ ഒന്ന് നോക്കി. ആമങ്കയ്യ. പരിചാരകൻ തലകുലുക്കി. 30ഓളം പച്ചക്കറികളുടെയും പഴത്തിൻ്റെയും ചാറാണ് രാവിലെ കോവിൽ രാജയ്ക്ക് ആദ്യം വേണ്ടത്. യൗവനം, ആരോഗ്യം, ആയുസ് ഇവ പോവാനേ പാടില്ല. അത് ചിന്തിക്കാനാവില്ല കോവിൽ രാജയ്ക്ക്. ഇപ്പോവേ ജ്യോതിക വന്ന് അനാഥ പൊണ്ണ്. കോവിൽ രാജയുടെ കാൽക്കൽ വന്ന് വീഴുകയല്ലാതെ അവൾക്ക് വേറെ മാർഗമില്ല യാസിർ. കോവിൽ രാജയുടെ മിഴികൾ കോർത്തു. അവൾ വന്ന് എൻ്റെ കാലിൽ വീഴണം.
എൻ്റെ ഭാര്യയോ വെപ്പാട്ടിയോ എന്നെ വേണമെങ്കിലും ആവാന്ന് സമ്മതിക്കണം. എനിക്കായി കിടക്ക വിരിച്ച് അവൾ കാത്തിരിക്കണം. അയ്യാ, പക്ഷേ പ്രഭു, യാസിർ പറയാമെന്നത് പാതിയിൽ നിർത്തിക്കളഞ്ഞു. എന്നെ പ്രഭു, കോവിൽ രാജ തലത്തിരിച്ച് എരിയും മട്ടിൽ യാസിറിനൊന്ന് നോക്കി. അതല്ല അയ്യാ, ഭൂമിനാഥനും മണിയും കിടിലൻ ടീമുകളാ. അയ്യാവുക്കറിയാമല്ലോ, മണിയെ ചെന്നൈയിൽ നിന്നാണ് ഞാൻ വിട്ടത്. ഇനി പണി പാളരുതല്ലോ. നമ്മുടെ മെസ്സേജിന് വെയിറ്റ് ചെയ്യുകയാ അവർ. അയ്യ പറഞ്ഞാൽ മതി, പ്രഭുവിനെ അവരെ അവിടെ വെച്ച് പൂളും. പിന്നെ അവൻ്റെ ആംബുലൻസിൽ തന്നെയിട്ട് ഇങ്ങ് കൊണ്ടുവരും. കോവിൽ രാജ ഒന്ന് ആലോചിച്ചു. ഞാൻ പറയാം യാസിർ. മണിയോടും ഭൂമിനാഥനോടും ഒരു സംശയവും തോന്നാതെ അവനെ ഫോളോ ചെയ്യാൻ പറയും. ഒന്ന് നിർത്തിയിട്ട് അയാൾ തലത്തിരിച്ച് യാസിറിനെ നോക്കി. എങ്കടാ അവരുടെ പൊണ്ണ് ഇന്ദുബാല? നമ്മുടെ ലോറിയാർഡിൽ ഒരു വാനിലിരിക്കുക. അത് എന്ത് ചെയ്യണം അയ്യാ? അങ്ങേ ഇരിക്കട്ടെ യാസിർ. എതൊക്കെ നീ അവസരപ്പെടരുത്. കോവിൽ രാജയുടെ കണ്ണുകൾ ഇടുങ്ങി. ചീഞ്ഞു പോകത്തൊന്നുമില്ലല്ലോ. അതിനും വേണ്ടേ 24 മണിക്കൂർ. വിയർപ്പ് തുറച്ച് മതിയെന്ന കൈകൊണ്ട് ആംഗ്യം കാട്ടിയിട്ട് കോവിൽ രാജ എണീറ്റു. യാസിർ, അവൻ വരട്ടെ. വരുമ്പം നല്ലൊരു സമ്മാനം കൊടുക്കണ്ടേ? ഓട്ട മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയവന്. വാങ്ങടാ. യാസിറിനെ കയ്യാട്ടി വിളിച്ചിട്ട് കോവിൽ രാജ പുറത്തേക്ക് നടന്നു. തിരുമംഗലത്തിന് 300 കിലോമീറ്റർ അപ്പുറം കുട്ടനാട്ടിലെ കോലത്ത് കടവ് ശാരദയുടെയും നീരജയുടെയും മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ 4:30 മണിയായി. ചേതനയേറ്റ 3 ശരീരങ്ങൾക്കും സംപ്രാണിപ്പുകയ്ക്കും പിന്നിലായി കണ്ണുനീരൊഴുകുന്ന ഒരു പ്രതിമ പോലെ ജ്യോതിക ഇരിപ്പുണ്ടായിരുന്നു. മുറ്റത്ത് നാട്ടുകാരുടെ ഒപ്പമായിരുന്നു പ്രഭു. കുമാരൻകുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നത് ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാലും വല്ലാത്ത വിധിയായിപ്പോയി. ജ്യോതികയുടെ കാര്യമാ ഇനി കഷ്ടം. എങ്ങനെ ജീവിച്ചവനാ കുമാരൻകുട്ടി? ഇത്ര വിഷമത്തിലായിരുന്നെങ്കിൽ നമ്മൾ നാട്ടുകാർ സഹായിച്ചായിരുന്നല്ലോ. നല്ലവരെ അല്ലെങ്കിലും ദൈവം നേരത്തെ വിളിക്കും തുടങ്ങി എല്ലാ നാട്ടിലും മരണശേഷം കേൾക്കുന്ന അടക്കം പറച്ചിലുകൾ അവിടെയും കേൾക്കാമായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചായ പോലും വാങ്ങിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവർ മരിച്ചു കഴിഞ്ഞ് സ്നേഹം കൊണ്ട് പൊതിയുന്ന പതിവ് കാഴ്ച. എന്തിനാ വച്ചുകൊണ്ടിരിക്കുന്നത്? എടുത്തൂടെ? പഞ്ചായത്ത് മെമ്പർ സദാശിവൻ നാട്ടുകാരെ നോക്കി. കായലിന് നിറക്കുള്ള തുരുത്തിലാണ് പൊതുശ്മശാനം. മൃതശരീരം കൊണ്ടുപോവാൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച 2 യമഹ വള്ളങ്ങൾ വീടിന് മുന്നിലെ വെള്ളച്ചാലിൽ കിടപ്പുണ്ട്. മോനെ, പ്രായം ചെന്ന ഒരാൾ പ്രഭുവിനെ വിളിച്ചു. ഇനിയും വെച്ച് താമസിപ്പിക്കണ്ട. ആ കൊച്ചിനോട് പറ എടുക്കാൻ പോവാന്ന്. കുമാരൻകുട്ടിയുടെ മൃതശരീരവും ഏറ്റെടുത്ത് ഒരു പെൺകുട്ടിയെയും കൊണ്ട് അത്രയും ദൂരെ നിന്ന് വന്ന പ്രഭുവിനോട് നാട്ടുകാർക്ക് പുറപ്പെടുന്നതിനൊരിഷ്ടം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. പ്രഭു അകത്തേക്ക് ചെന്നു. പ്രഭുവിനെ കണ്ടതും ജ്യോതികയ്ക്ക് ചുറ്റിയിരുന്ന സ്ത്രീകൾ മാറിക്കൊടുത്തു. ജ്യോതികെ, പ്രഭു പതിയെ വിളിച്ചു. അച്ഛനെയും അമ്മയും അനിയത്തിയെയും ഇവിടുന്ന് എടുക്കാമെന്ന്. ജ്യോതിക ഒരു ഞെട്ടലോടെ തലത്തിരിച്ച് പ്രഭുവിനെ നോക്കി. പിന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചുണ്ടു പിളർത്തി വിതുമ്പി. 5 മിനിറ്റ് കൂടി, ഒരു 5 മിനിറ്റ് കൂടി ഞാനൊന്ന് കണ്ടോട്ടെ. ഇനി എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. പ്രഭുവിൻ്റെ കണ്ണുകളിലും ഒരു നനവുണ്ടായി. അച്ഛൻ്റെയും അമ്മയുടെയും നീരജയുടെയും മുഖത്തേക്ക് അവൾ മാറി മാറി നോക്കി. വീട്ടിൽ മറ്റാരുമില്ല എന്ന് ജ്യോതികയ്ക്ക് തോന്നി. താനും അച്ഛനും അമ്മയും നീരജയും മാത്രമാണ് ഇപ്പോൾ ഇവിടെ. ജീവിതത്തിൽ ഒരിക്കൽ നല്ല കാലം വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അച്ഛൻ കുമാരൻകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ജ്യോതികയുടെ നെഞ്ചു നീറി. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഗതികേടൊക്കെ മാറുപടി. കുറച്ച് കടമുണ്ട്, അതങ്ങ് വീടും. പിന്നെ എന്നാ പ്രശ്നം? എന്നിട്ട് വേണം എൻ്റെ പെങ്കൊച്ചുങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കൊടുക്കാൻ. അച്ഛൻ്റെ വാക്കുകൾ തനിക്ക് ചുറ്റും മുഴങ്ങുന്നുണ്ടെന്ന് ജ്യോതികയ്ക്ക് തോന്നി. കഷ്ടപ്പാട് പിന്നെ തീരാതിരിക്കുമോ? ശുഭാപ്തി വിശ്വാസത്തോടെ അമ്മ പറയുന്നു. എന്തുമാത്രം കണ്ണീരാ ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴുക്കുന്നത്. ജ്യോതികയുടെ കണ്ണിൽ നിന്ന് ഉപ്പുനീർ കുതിച്ചൊഴുകിക്കൊണ്ടിരുന്നു. നീരജയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ജ്യോതിക വിങ്ങിപ്പൊട്ടിപ്പോയി. പൊന്നേച്ചി. നീരജയുടെ വിളി ജ്യോതിക വ്യക്തമായി കേട്ടു. ആ നടേശൻ ഇന്നലെ സ്കൂളിൽ വന്നായിരുന്നു പൊന്നേച്ചി. നീരജ വിങ്ങിപ്പൊട്ടി പറയുന്നുണ്ടെന്ന് ജ്യോതികയ്ക്ക് തോന്നി. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒത്തിരി അപമാനിച്ചു. പൊന്നേച്ചിയെയും എന്നെയും കാണിച്ച അച്ഛൻ കാശ് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരെ കരഞ്ഞോണ്ടിങ്ങ് വന്നു. ഇവിടെ വന്നപ്പോൾ അമ്മയും കരച്ചില്ല. അച്ഛനെ പറ്റിയും പൊന്നേച്ചിയെ പറ്റി ഒരു വിവരവുമില്ല എന്ന് പറഞ്ഞ്. എന്തോ അപകടം പറ്റിയതാണെന്ന് എനിക്ക് തോന്നി. ഞാനാ പറഞ്ഞത് ചാവാന്ന്. അമ്മ സമ്മതിച്ചു. ഞങ്ങൾക്ക് പേടിയായിരുന്നു പൊന്നേച്ചി, രാത്രി നടേശൻ വരുമോന്ന്. കുഞ്ഞിനെ ജ്യോതിക ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് നീരജയുടെ കവിളിലേക്ക് മുഖം ചേർത്തു. പൊന്നേച്ചിക്ക് ഇനി ആരാടി? മോളെ. സ്ത്രീകൾ ചേർന്ന് ജ്യോതികയെ പിടിച്ചു മാറ്റി. ജ്യോതിക മിഴികൾ തിരിച്ചു പ്രഭുവിനെ നോക്കി. കൊണ്ടുപോയിക്കോ. അടുത്ത നിമിഷം മുറ്റത്ത് നിന്നൊരു ബഹളം കേട്ടു. ഹാ നടേശ, ഒന്നടങ്ങ്. അവസ്ഥ മനസ്സിലാക്ക്. സംസാരിക്കേണ്ട സമയം ഇതല്ല. നടേശൻ തീരുമാനിക്കുന്ന നടേശൻ്റെ സമയം. ഉച്ചത്തിലുള്ള മറുപടി. ജ്യോതികയുടെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. പ്രഭു അത് കണ്ടു. നടേശ, മെമ്പറാ പറയുന്നത്. മെമ്പർ കോപ്പ്. പ്രഭു എണീറ്റപ്പോഴേക്കും ആളുകളെ തള്ളിമാറ്റി ഒരാൾ വീട്ടിലേക്ക് കയറി വന്നു. പ്രഭു അയാളെ അടിമുടിയൊന്ന് നോക്കി. വെളുത്തു ചുവന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. സിൽക്ക് ഷർട്ടും മുണ്ടുമാണ് വേഷം. കഴുത്തിൽ വീതിയേറിയ സ്വർണ്ണമാല, കയ്യിൽ സ്വർണ്ണവള. കുമാരൻകുട്ടി കാശ് കടം വാങ്ങിയ ആയിരപ്പറ നടേശനാണ് അതെന്ന് പ്രഭുവിന് മനസ്സിലായി. കഥ തുടരും.